So hello guys, ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ പറയുന്ന ചാപ്റ്ററിന്റെ നീറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നല്ലോ. സോ ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ അല്ലെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന്റെ നീറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ തിയറി ഇത് പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം. 2007 തൊട്ട് ഈ വർഷം 2022 വരെയുള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം, അതിന്റെ ട്രിക്സും അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, മൈ നെയിം ഇസ് നിഖിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, so first question, NEET 2011 question ആണ്. Okay, question വായിച്ചു നോക്കിയേ. A particle covers half of its total distance with the speed v1 and the rest half distance with the speed v2. Then its average speed during the complete journey is. Okay, 2011 question ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത്? ആവറേജ് സ്പീഡ് അല്ലേ നമുക്ക് വേണ്ടേ? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറ. That is average speed is equal to total distance divided by total time. പഠിച്ചിട്ടുണ്ടാവല്ലോ, total distance divided by total time. This is the average speed. Okay, so നമുക്ക് total distance, total time. Okay, total distance എങ്ങനെ കിട്ടും? നോക്കിയേ, എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത് ഹാഫ് ഡിസ്റ്റൻസ്. ഇപ്പൊ ഒരു പാർട്ടിക്കൽ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആണെന്നിരിക്കട്ടെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഡിസ്റ്റൻസ് ഡി ആണ്. സോ പാർട്ടിക്കൽ ട്രാവൽ ചെയ്ത മൊത്തം ഡിസ്റ്റൻസ് നമുക്ക് ഡി ആയിട്ട് അസ്യൂം ചെയ്യാമെങ്കിൽ അതിന് ഹാഫ് ഡിസ്റ്റൻസ് പറയുമ്പോൾ എത്ര ആയിരിക്കുമല്ലോ, ഈ ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഹാഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത സ്പീഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് v1. ദാറ്റ് ഇസ് ഈ ഹാഫ് ഡിസ്റ്റൻസ്, ഈ d/2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത വെലോസിറ്റി v1 ആണെന്ന് തന്നിട്ടുണ്ട്. v1. പിന്നെ അടുത്ത ഹാഫ് d/2, അടുത്ത d/2 ഇസ് ട്രാവൽഡ് ബൈ സ്പീഡ് v2 അല്ലെ. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് ആണ് വേണ്ടത്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഡി ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് d ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ നോക്കിയത് ഈ ഹാഫ്, ഈ d/2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴുള്ള സ്പീഡാണ് v1. അടുത്ത ഹാഫിന്റെ വെലോസിറ്റി ആണ് v2. അപ്പൊ ഇവിടെ സ്പീഡ് വേറെ ആയത് കാരണം ഇവിടെ ടൈം ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. സ്പീഡ് ഡിഫറെന്റ് ആവുമ്പോൾ ടൈം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ട്രാവൽ ചെയ്ത ടൈം t1 ആണെന്നിരിക്കട്ടെ, ഇവിടെ ട്രാവൽ ചെയ്ത ടൈം t2 ആണെന്നിരിക്കട്ടെ. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ t1 പ്ലസ് t2 ആയിരിക്കില്ലേ അല്ലെ. ഇനി t1 t2 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. t1 നമുക്ക് എങ്ങനെ കിട്ടും? t1 ഇസ് ഈക്വൽ ടു നോക്കിയാൽ ഡിസ്റ്റൻസ്, ടൈം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി എടുത്താൽ പോരെ. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ടൈം കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ടൈം ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി കിട്ടും. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് t1 ഇസ് ഈക്വൽ d/2 ബൈ v1 ആയിരിക്കുമല്ലോ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ 2v1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതേപോലെ t2 ഏത് ടൈമാണ്? അടുത്ത t ഹാഫ്, അടുത്ത d/2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി വേണ്ട ടൈമാണ് t2. അതിന്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടുത്തെ ഡിസ്റ്റൻസ് d/2 തന്നെ. അപ്പൊ d/2 ഡിവൈഡ് ബൈ ഇവിടുത്തെ വെലോസിറ്റി v2 ആണ് അല്ലെ. അപ്പൊ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഇസ് d ഡിവൈഡഡ് ബൈ 2v1 എന്ന് കിട്ടും. 2v2. അപ്പൊ t1 t2 കിട്ടിയല്ലോ, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു d ഡിവൈഡ് ബൈ t1 പകരം d ഡിവൈഡഡ് ബൈ 2v1 പ്ലസ് t2 ആണെങ്കിൽ d ഡിവൈഡഡ് ബൈ 2v2 അല്ലെ. ഇനി d നമുക്ക് കോമൺ ചെയ്ത് കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ എന്തോ കിട്ടുന്നത്? 1 ഡിവൈഡഡ് ബൈ 1/2v1 പ്ലസ് 1/2v2. ഇതിന് 2 നമുക്ക് കോമൺ എടുക്കാം അല്ലെ. 2 നമുക്ക് കോമൺ എടുക്കുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് 2 നമുക്ക് കോമൺ എടുക്കാം. ഇനി 2 കോമൺ എടുക്കുമ്പോൾ 2 മുകളിലോട്ട് പോകുമല്ലോ. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഇസ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 into 1 divided by 1/v1 plus 1/v2. Okay, solve ചെയ്തേ. എന്ത് കിട്ടും? ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 into 1 divided by v1 plus v2 divided by v1 v2. LCM എടുത്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ എന്ത് കിട്ടും? ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2v1 v2 ഡിവൈഡഡ് ബൈ v1 plus v2. So what is the average speed? Average speed നമുക്ക് കിട്ടി. Average speed is equal to 2v1 v2 divided by v1 plus v2. So option നോക്കുമ്പോൾ option C is the answer അല്ലെ. Option C is the answer, 2v1 v2 divided by v1 plus v2. Okay. So next question, 2007 NEET 2007 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. A car moves from x to y with a uniform speed vu and returns to x with a uniform speed vd. Then the average speed of this round trip is. Okay. നാല് ഓപ്ഷൻസ് ഉണ്ട്. 2007 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പഴയ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ.
സെയിം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതേ ഉള്ളൂ. എന്തോ പറയുന്നത്, ഇവിടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ചെയ്ത് വൈ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു അല്ലെ. അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് വി യു അല്ലെ, വി യു അല്ലെ, വി യു അല്ലെ. പിന്നെ ആ വൈയിലെത്തി വൈൻ തിരിച്ച് പിന്നെ അത് എക്സിലേക്ക് വന്നു വിത്ത് സ്പീഡ് ഓഫ് then it traveled return with to x with the speed of vd. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആവറേജ് സ്പീഡ് ആവേണ്ട അല്ലെ. അപ്പൊ നോക്കിയേ, ഇപ്പൊ എക്സും വൈന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആന്നിരിക്കട്ടെ. അപ്പൊ ആദ്യം എക്സിന്ന് വൈയിലേക്ക് പോയി വിത്ത് സ്പീഡ് ഓഫ് വി യു. അപ്പൊ അവിടുത്തെ ടൈം t1 ആണെങ്കിൽ വി ഡിന്റെ ടൈം t2 ആയിരിക്കുമല്ലോ. ബിക്കോസ് വെലോസിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ ടൈം ഓഫ് അറൈവൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പഴയ ഇക്വേഷൻ തന്നെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്തുവാ, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു total distance divided by total time. നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് അല്ലെ. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും നോക്കിയേ. അതിന് എക്സിന്ന് വൈയിലേക്ക് പോയപ്പോ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ വൈന്ന് തിരിച്ച് എക്സിലേക്ക് വന്നപ്പോ പിന്നെ ഒരു ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തില്ലേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡി പ്ലസ് ഡി ആയിരിക്കുമല്ലോ അല്ലെ. അങ്ങോട്ട് ഒരു ഡി പിന്നെ ഇങ്ങോട്ട് തിരിച്ചൊരു ഡി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കുള്ള ടൈം t1 പിന്നെ തിരിച്ചു വരുന്ന ടൈം t2 അല്ലെ. അപ്പൊ എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ t1 പകരം നമുക്ക് എന്ത് എഴുതാം, t1 ഈസ് ഈക്വൽ ടു d ഡിവൈഡ് ബൈ v u എന്ന് പറയുമല്ലോ. ശരിയല്ല, അങ്ങോട്ടേക്ക് പോയ ടൈം ആണ് t1. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. അതേപോലെ t2 എന്ത് കിട്ടും, t2 ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ vd എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇങ്ങോട്ടേക്ക് വൈകിന് എക്സിലേക്ക് എത്താൻ വേണ്ടി വേണ്ട ടൈമാണ് t2. അത് എത്രയായിരിക്കും, ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇവിടുത്തെ വെലോസിറ്റി. ഡിസ്റ്റൻസ് എത്ര, ഡിസ്റ്റൻസ് സെയിം തന്നെ, d ഡിവൈഡഡ് ബൈ vd എന്ന് കിട്ടും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, t1 is equal to d divided by vu plus d divided by vd അല്ലെ. d നമുക്ക് കോമൺ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ബൈ ആവറേജ് സ്പീഡ് എന്ത് കിട്ടും, ആവറേജ് സ്പീഡ് is equal to 2 into 2 divided by 1 by vu plus 1 by vd. ഇത് പഴയ എക്സ്പ്രഷൻ തന്നെയല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ സെയിം എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 vd vu divided by vd plus vu. ഓക്കെ, സോ ഓപ്ഷൻ ഏത് കിട്ടി, ഓപ്ഷൻ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. 2 vd vu divided by vd plus vu. സെയിം ക്വസ്റ്റ്യൻ തന്നെ 2011 2007 കണ്ടിന്യൂസ് സെയിം അതായിട്ട് തന്നെ ചോദിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2022 ഈ വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. 2 ഡിഫറെന്റ് പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിന്റെ വെലോസിറ്റി റേഷ്യോ ചോദിച്ചേക്കുന്നത് അല്ലെ. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് 2 മൂവിംഗ് പാർട്ടിക്കിൾ മേക്കിംഗ് an angle of 30 and 45 degree with the x-axis as shown in the figure. Then the ratio of their respective velocities. Okay. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് വെലോസിറ്റിന്റെ റേഷ്യോ വേണ്ട അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ദിസ് ഇസ് ഡിസ്പ്ലേസ്മെന്റും ടൈമിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ഗ്രാഫ് എങ്ങനെയൊക്കെയാ, ഒന്ന് 30 ഡിഗ്രിയും 45 അല്ലെ. ഒന്ന് 30 ഡിഗ്രി പിന്നെ ഒന്ന് 45 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന്റെ വെലോസിറ്റിന്റെ റേഷ്യോ വേണ്ട അല്ലെ. ഫസ്റ്റ് പാർട്ടിക്കിൾ എ ആന്നിരിക്കട്ടെ, സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് സെക്കൻഡ് പാർട്ടിക്കിൾ ബി ബി. അപ്പൊ നമുക്ക് വി എ ഈസ് ടു വി ബി ആവേണ്ട അല്ലെ, അതിന്റെ റേഷ്യോ ആവേണ്ട. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വന്നിട്ട് വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ, പഠിച്ചിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ കിട്ടുന്നത്, വെലോസിറ്റി ആണ് കിട്ടുന്നത് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഇസ് വെലോസിറ്റി ആണ്. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാവോ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഓർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഓർ ഡി വൈ ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ വൈ കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആ കർവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ നമുക്ക് അറിയാമെങ്കിൽ ആ തീറ്റന്റെ ടാൻ എടുത്താലും മതി. ക്ലിയർ ആണല്ലോ. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ടാൻ തീറ്റ ഓർ ഡി വൈ ബൈ ഡി എക്സ്, വെർ തീറ്റ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി കർവ് വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റ അറിയാലോ, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി, വെലോസിറ്റി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടി.
അല്ലെ. അപ്പൊ വി എ ബൈ വി ബി, ദാറ്റ് ഇസ് വി എ ഇസ് ടു വി ബി എന്ത് കിട്ടും? ദാറ്റ് ഇസ് ടാൻ തീറ്റ എ ഇസ് ടു ടാൻ തീറ്റ ബി എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 30 ഡിഗ്രി is to tan 45 degree. That is equal to 1 by tan 30 1 by root 3 അല്ലേ. 1 by root 3 is to 1 കിട്ടും. So VA is to VB എന്ത് കിട്ടി? VA is to VB is equal to 1 is to root 3 കിട്ടും അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ VA is to VB is equal to 1 by root 3 is to 1 ആ കിട്ടി. അപ്പൊ ത്രൂ ഔട്ട് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 is to root 3 കിട്ടും. ഇവിടെ റൂട്ട് 3 ക്യാൻസൽ ആയപ്പോൾ ഇവിടെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 is to root 3 കിട്ടും. സോ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഏതാ കിട്ടുന്നത്? ഓപ്ഷൻ ഡി is the answer. That is 1 is to root 3. Okay. Next question. NEET 2016 ക്വസ്റ്റ്യൻ ആണ്. Okay, 2016 NEET question ആണ്. Okay, question വായിച്ചു നോക്കിയേ. Two cars P and Q start from a point at the same time in a straight line. Okay, and their position are represented as xpt is equal to at plus bt square and xqt is equal to ft minus t square. At what time do the car have the same velocity? Okay, two cars P യും Q ന്റെ എന്തോ തന്നേക്കുന്നത്, അതിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, അതിന്റെ രണ്ടിന്റെ വെലോസിറ്റി സെയിം ആയിട്ട് വരുന്ന ടൈമിന്റെ വാല്യൂ നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? എക്സ്പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. എക്സ്പി ഇൻ ടേംസ് ഓഫ് ടൈം അല്ലെ. പൊസിഷൻ ടൈമിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ്പി ഇസ് ഈക്വൽ ടു എക്സ്പിന്റെ വാല്യൂ എത്രയാ? എ ടി പ്ലസ് ബി ടി സ്ക്വയർ അല്ലെ. പിന്നെ എക്സ് ക്യൂ ഇൻ ടേംസ് ഓഫ് ടി, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? ദാറ്റ് ഇസ് എഫ് ടി മൈനസ് ടി സ്ക്വയർ. ഇപ്പൊ പൊസിഷൻ തന്നിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ടത്? വെലോസിറ്റി സെയിം ആയിട്ട്, ഇതിന്റെ വെലോസിറ്റിയും ഇതിന്റെ വെലോസിറ്റി സെയിം ആയിട്ട് വരുന്ന ടൈമാണ് വേണ്ടത് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? രണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം കിട്ടും. ആദ്യം ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി ഓഫ് പാർട്ടിക്കൽ പി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ബി ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്തൊക്കെയാ? എ ടി പ്ലസ് ബി ടി സ്ക്വയർ അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ടി പ്ലസ് ബി ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് 2bt അല്ലേ കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കൽ പി? ദാറ്റ് ഈസ് എ പ്ലസ് 2bt. ഇനി വെലോസിറ്റി ഓഫ് പാർട്ടിക്കൽ ക്യൂ അത് കണ്ടുപിടിക്കാൻ ഡി ബൈ ഡി ടി ഓഫ് പൊസിഷൻ ഓഫ് ക്യൂ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എക്സ് ക്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ടി മൈനസ് ടി സ്ക്വയർ അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് മൈനസ് 2t എന്ന് കിട്ടും അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് മൈനസ് 2t എന്ന് കിട്ടി. സോ വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കൽ ക്യൂ? ഇറ്റ് ഈസ് എഫ് മൈനസ് 2t. ഇനി ഇത് രണ്ടും കൂടി ഈക്വൽ ആകുമ്പോഴുള്ള ടൈമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് ടൈം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇക്വേറ്റ് ചെയ്ത് ദാറ്റ് ഈസ് എ പ്ലസ് 2bt is equal to f minus 2t. f minus 2t. അതായത് നമുക്ക് ടൈം അല്ലേ വേണ്ട. അപ്പൊ ടൈമിന്റെ എല്ലാ ടേംസും ഒരു സൈഡിൽ കൊണ്ടുപോയിരിക്കും. അപ്പൊ ഈ ടൈമിന്റെ ടേമിൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാ? ഈ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2bt പ്ലസ് 2t is equal to f minus a എന്ന് കിട്ടുമല്ലോ. ശരിയല്ലേ? f minus a. ബാക്കി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2t നമുക്ക് കോമൺ എടുക്കാം അല്ലെ. 2t. അപ്പൊ 2t into b plus 1 ശരിയല്ലേ? 2t. ഇത് നമുക്ക് 2t കോമൺ എടുക്കാമല്ലോ. 2t അപ്പൊ കോമൺ എടുക്കുമ്പോ അവസാനം b plus 1 എന്ന് കിട്ടും. is equal to f minus a. ഇനി നമുക്ക് ടൈം അല്ലേ വേണ്ടേ. അപ്പൊ ടൈം എന്ത് കിട്ടും? ടൈം t is equal to f minus a ഡിവൈഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കിയുള്ള ടേംസിന് താഴെ കൊണ്ടുപോകാം. അപ്പൊ 2 into b plus 1 എന്ന് കിട്ടും. ഓക്കെ. So what is the value of time? Time value 3. Time t is equal to f minus a divided by 2 into b plus 1. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. അങ്ങനത്തെ ഓപ്ഷൻ ഡി ഉണ്ടല്ലോ. 1 plus b ആ കിടക്കുന്ന. b plus 1 1 plus b സെയിം ആണ്. ഓക്കെ. സോ ഓപ്ഷൻ ഡി വരും. f minus a divided by
2 into 1 plus b. Okay. So നല്ല ക്വസ്റ്റൻ ആയിരുന്നു. ജസ്റ്റ് വെലോസിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വെലോസിറ്റി കണ്ടുപിടിക്കുക, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ. സോ 2016 ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റൻ നീറ്റ് 2016 ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. If the velocity of a particle is v is equal to a t plus b t square, where a and b are the constant, then the distance traveled between 1 second and 2 seconds. അല്ലെ, ഒരു പാർട്ടിക്കലിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ട, ഡിസ്റ്റൻസ് ആ വേണ്ട അല്ലെ. അപ്പൊ വെലോസിറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ അറിയാലോ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മീഡിയ അല്ലെ. വെലോസിറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാ, v is equal to a t square plus a t plus b t square അല്ലെ. അപ്പൊ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് x is equal to integral of velocity into dt. അപ്പൊ വെലോസിറ്റി a t plus b t square into dt അല്ലെ. അപ്പൊ x is equal to ഇന്റഗ്രേറ്റ് ചെയ്ത് a കോൺസ്റ്റന്റ് ആണ്. അപ്പൊ a into t നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, t square by 2. അപ്പൊ t square by 2 plus b t square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ b കോൺസ്റ്റന്റ് ആണ്, t square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t cube by 3 കിട്ടും. സോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടി a into t square by 2 plus b into t cube by 3. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 1 second and 2 second. 2 second 1 second ഇടയ്ക്കുള്ള ടൈം ഇന്റർവെൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ 2 second മൈനസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ 1 second കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ. 2 second എത്ര ഡിസ്റ്റൻസ് മൊത്തം ട്രാവൽ ചെയ്തോ അതേ മൈനസ് 1 second എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ചെയ്തോ ആ ഡിസ്റ്റൻസ്, അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിറ്റ്വീൻ അതിന്റെ ബിറ്റ്വീൻ ടൈം ഇന്റർവെൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. So distance traveled between 1 second and 2 second കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, x2 മൈനസ് x1 കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ. x2 എന്തുവാ, ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 second. ഇതെന്തുവാ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 second. തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ x2 ന്റെ വാല്യൂ പറഞ്ഞ് x2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് t ന്റെ വാല്യൂ 2 പുട്ട് ചെയ്താൽ പോരെ. അപ്പൊ a into t ന്റെ വാല്യൂ 2 പുട്ട് ചെയ്യുമ്പോൾ 2 square by 2 plus b into 2 cube by 3. അപ്പൊ 2 cube by 3. ഇവിടുന്ന് ഒരു 2 ക്യാൻസൽ. അപ്പൊ x2 is equal to 2a plus 8b by 3 കിട്ടും. So distance travel, total distance travel in 2 second എത്രയാ, 2a plus 8b by 3. അതേപോലെ x1 എന്തുവാ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 1 second. അതിന് വാല്യൂ കണ്ടുപിടിക്കാൻ t ന്റെ വാല്യൂ 1 പുട്ട് ചെയ്തേ. അപ്പൊ a into 1 square by 2 plus b into 1 cube by 3 കിട്ടും അല്ലെ. ദാറ്റ് ഈസ് x1 is equal to a by 2 plus b by 3 കിട്ടും. So total distance in 1 second is a by 2 plus b by 3 and total distance traveled in 2 seconds is 2a plus 8b by 3. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ട്രാവൽ കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ x2 മൈനസ് x1 എന്ത് കിട്ടും, x2 മൈനസ് x1 is equal to 2a plus 8b by 3 minus a by 2 plus b by 3 അല്ലെ, b by 3. That is equal to 2a plus 8b by 3 minus a by 2 minus b by 3. Solve ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, that is 2a minus a by 2. 2a minus a by 2. 2a ന് minus a by 2 പോകുമ്പോൾ 3 by 2a അല്ലേ. അപ്പൊ 3 by 2a രണ്ടിൽ തന്നെ പോകുമ്പോൾ 1.5 അല്ലേ. അതേപോലെ 8b by 3 minus b by 3 എത്ര കിട്ടും, 8b by 3 minus b by 3 is 7b by 3. Okay, so നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് എത്ര കിട്ടി, that is average distance is equal to, ഇവിടെ എഴുതാം, that is average this total distance is equal to 3 by 2a plus b by 7b by 3 കിട്ടും. സോ ഓപ്ഷൻ നോക്കുമ്പോ ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻ എ അല്ലേ കിട്ടുന്നത്. ഓപ്ഷൻ എ is the answer, 3 by 2a plus 7 by 3b.
Okay, so next question. NEET 2013 question ആണ്. Okay, question വായിച്ചു നോക്കിയേ. The displacement x in meters of a particle of mass m in kilogram moving in one dimension under the action of a force is related to time t in second by t is equal to root x plus 3. Then the displacement of the particle when its velocity is 0 will be. Okay, 4 options ഉണ്ട്. NEET 2013 question ആണ്. Okay. സോ ഇവിടെ എന്തോ തന്നേക്കുന്നത് ടൈമും ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ വേണ്ടേ. അപ്പൊ അത് സോൾവ് ചെയ്തിട്ടാൽ മതിയല്ലോ. എങ്ങനെ ചെയ്യണ്ടേ? ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3. അപ്പൊ ഇത് എക്സ് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ത്രൂ ഔട്ട് ആദ്യമേ ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. അപ്പൊ ടി മൈനസ് 3 ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് കിട്ടുമല്ലോ. അപ്പൊ ഇവിടുന്ന് എക്സ് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 3ന്റെ സ്ക്വയർ കിട്ടും. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എക്സിന്റെ വാല്യൂ? ടി മൈനസ് 3ന്റെ സ്ക്വയർ. ഇനി നമുക്ക് എന്താ വേണ്ടേ? വെലോസിറ്റി 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ അല്ലെ. വെലോസിറ്റി 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് വെലോസിറ്റി ആക്കി കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. വെലോസിറ്റിന്നും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. തിരിച്ചാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റിന് വെലോസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ വെലോസിറ്റി v is equal to dx by dt. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ d by dt ഓഫ് ടി മൈനസ് 3ന്റെ സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വേണ്ടത്? വെലോസിറ്റി v ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 into ടി മൈനസ് 3 കിട്ടുന്നില്ലേ. അപ്പൊ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് v? v is equal to 2 into ടി മൈനസ് 3 കിട്ടും അല്ലെ. ഇനി ഇതിന്റെ വാല്യൂ 0 ആകുമ്പോൾ ടൈമിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. അപ്പൊ വിയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെൻ v is equal to 0, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 is equal to 2t minus 6. ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആവുന്നില്ലേ. 2 into t 2 into 3 അപ്പൊ 6. അപ്പൊ 2 minus 6. അപ്പൊ ഇവിടെ 2t is equal to 6 കിട്ടുമല്ലോ. അപ്പൊ t ഇവിടെ എന്ത് കിട്ടും? 6 by 2 that is equal to 3 seconds കിട്ടും അല്ലെ. അപ്പൊ വെൻ വെലോസിറ്റി 0, വെലോസിറ്റി 0 ആകുമ്പോ ടിയുടെ വാല്യൂ എത്ര കിട്ടി? 3 സെക്കൻഡ് കിട്ടിയില്ലേ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ x is equal to ടിയുടെ വാല്യൂ എത്രയാ? 3 minus 3 അതിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് എത്രയാ? 3 minus 3 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പൊ 0 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എത്ര? എക്സിന്റെ വാല്യൂ 0 ആണ്. സോ ഒരു പാർട്ടിക്കലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈമും ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ വെലോസിറ്റി ആക്കി മാറ്റി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടി. അത് 0 ഇക്വേറ്റ് ചെയ്തപ്പോ നമുക്ക് ആ വെലോസിറ്റി 0 ആവുന്ന ടൈം 3 സെക്കൻഡ് ആണെന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി പാർട്ടിക്കലിന്റെ വെലോസിറ്റി 0 ആകുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അറ്റ് ടൈം t is equal to 3 സെക്കൻഡ്. അപ്പൊ 3 സെക്കൻഡ് ടൈമിൽ പാർട്ടിക്കലിന്റെ ബോത്ത് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ബോത്ത് ആർ 0. സോ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ, 0 മീറ്റർ. ഓക്കെ. ഇൻ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, NEET 2008 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗ്രാഫ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെ. എന്താ ചോദിച്ചേക്കുന്നത്? A particle shows a distance time graph as shown in the figure. Then the maximum instantaneous velocity of the particle is around the point. Okay, ഒരു ഗ്രാഫില് 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. A B C D. ആ കൂട്ടത്തില് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മാക്സിമം വരുന്ന പോയിന്റ് ഏതാണെന്ന് വേണ്ടേ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യും? ഗ്രാഫ് എങ്ങനെ നോക്കിയേ? ഗ്രാഫ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. This is distance and this is time. The graph is like this. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് അല്ലെ. 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് എ, ഇവിടെ പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി ആൻഡ് പോയിന്റ് ഡി. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തില് മാക്സിമം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വരുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, നേരത്തെ പറഞ്ഞായിരുന്നു, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി കിട്ടുമെന്ന് അറിയാലോ. അപ്പൊ 4 പോയിന്റ്സിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ?
ഏത് പോയിന്റിലാണ് നമുക്ക് സ്ലോപ്പ് വേണ്ടിയത് ആ പോയിന്റ് ഒരു ടാൻജന്റ് വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ഇത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വേണമെങ്കിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുക അല്ലെ. അപ്പൊ ഈ ടാൻജന്റും പിന്നെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളില്ലേ, ഈ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ അതിന്റെ ടാൻ തീറ്റ ആണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയേ, ഈ പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ. ദിസ് ഇസ് ദ ആംഗിൾ തീറ്റ. ഇത് തീറ്റ ബി ആന്നിരിക്കട്ടെ, ഇത് തീറ്റ സി ആന്നിരിക്കട്ടെ. അതേപോലെ ഇവിടുത്തെ ടാൻജന്റ് ഇങ്ങനെ ആയിരിക്കും. സോ ദിസ് ഇസ് ദ തീറ്റ. ഇതേപോലെ ഈ പോയിന്റിൽ ഇതാണ് ടാൻജന്റ്. അപ്പൊ ഇവിടെ ടാൻജന്റ് തീറ്റ ഇല്ല, തീറ്റ 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ നോക്കി, ഈ കൂട്ടത്തിൽ തീറ്റയുടെ വാല്യൂ മാക്സിമം എവിടെ വരുന്നത് നോക്കിയാൽ മതി. ഏത് പോയിന്റാ തീറ്റയുടെ വാല്യൂ മാക്സിമം വരുന്നത്? കാരണം തീറ്റയുടെ വാല്യൂ മാക്സിമം ആകുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തീറ്റ വരുന്ന പോയിന്റ് സി ആണ്. ശരിയല്ലേ? എ ബി സി ഡി നമ്മൾ ടാൻജന്റ്, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റ് ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റും എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റനെ ടാൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തായി, അത് സ്ലോപ്പ് ആയി മാറി അല്ലെ. അപ്പൊ സ്ലോപ്പ് ഇസിക്കോൾ ടാൻ തീറ്റ ബൈ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് ദി എക്സ് ആക്സിസ്. ഓക്കെ. അപ്പൊ 4 പോയിന്റ്സിലും തീറ്റ ഏറ്റവും കൂടുതൽ ഏത് പോയിന്റിലാണ്? സി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. നോക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ സ്ലോപ്പേ ഇല്ല, സ്ലോപ്പ് 0 ആണ്. പിന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് തീറ്റ ബി, പിന്നെ തീറ്റ സി അതിനേക്കാൾ കുറെ കൂടി കൂടുതലാണ്. ആംഗിളുടെ കൂടിയില്ലേ, ഇവിടെ ആംഗിൾ ഇത്രയുണ്ട് ആംഗിൾ, സി ആയപ്പോ കുറെ കൂടി ആംഗിൾ കുറെ കൂടി കുത്തിനെയായി അല്ലെ, കുറെ കൂടി തീറ്റ കൂടി. ഡി ആകുമ്പോ പിന്നെ തീറ്റ കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാം തീറ്റ ഓഫ് സി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് തീറ്റ ഓഫ് ബി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് തീറ്റ ഓഫ് ഡി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് തീറ്റ ഓഫ് എ അല്ലെ. ടാൻജന്റ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഏറ്റവും കൂടുതൽ സി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ തീറ്റ ഏറ്റവും കൂടുതൽ എവിടെയാണോ, സ്ലോപ്പ് ഏറ്റവും കൂടുതൽ അവിടെ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പറയാം സി എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി മാക്സിമം ആണ്. അപ്പൊ നമുക്ക് പറയാം വെലോസിറ്റി ആയിട്ട് പോയിന്റ് സി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വെലോസിറ്റി ആയിട്ട് പോയിന്റ് ബി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വെലോസിറ്റി പോയിന്റ് ഡി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ആയിട്ട് പോയിന്റ് എ. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഗ്രാഫിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, where തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് എക്സ് ആക്സിസ്. ഏത് പോയിന്റിലാണോ സ്ലോപ്പ് വേണ്ടിയത് ആ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ തീറ്റയുടെ ടാൻ ആണ് സ്ലോപ്പ് അല്ലെ. അപ്പൊ തീറ്റ ഏറ്റവും കൂടുതൽ പോയിന്റ് സിയില്, അപ്പൊ വെലോസിറ്റി ഏറ്റവും കൂടുതൽ പോയിന്റ് സിയിലായിരിക്കും. ഓക്കെ. So next question, 2007 question ആണ്. The position of a particle with respect to time t along the x-axis given by x is equal to 9t square minus t cube, where x is in meters and time t is in seconds. Okay. What is the position of the particle when it reaches maximum speed along the x direction is? Okay. സോ എന്താണ് ചോദിക്കുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 9t സ്ക്വയർ മൈനസ് ടി ക്യൂബ് അല്ലെ. അതിന്റെ സ്പീഡ് മാക്സിമം ആവുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സിന്റെ വാല്യൂ വേണ്ട അല്ലെ. അപ്പൊ അതെങ്ങനെ ചെയ്യും? എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 9t സ്ക്വയർ മൈനസ് ടി ക്യൂബ്, 9t സ്ക്വയർ മൈനസ് ടി ക്യൂബ്. നമുക്ക് വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ എക്സിന്റെ വാല്യൂ വേണ്ട അല്ലെ. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിച്ച വെലോസിറ്റി v is equal to dx by dt അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു d by dt ഓഫ് 9t സ്ക്വയർ മൈനസ് ടി ക്യൂബ്. എന്തുവാ കിട്ടുന്നത്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 18t മൈനസ് 3t സ്ക്വയർ എന്ന് കിട്ടുന്നില്ലേ. അപ്പൊ വെലോസിറ്റി v is equal to ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ v is equal to 18t മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഇനി വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ എക്സിന് വാല്യൂ വേണ്ടേ? വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ ടൈം കണ്ടുപിടിച്ചാൽ പോലെ. വെലോസിറ്റിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ ഫംഗ്ഷനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ. മാക്സിമം മിനിമം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടി 18t മൈനസ് 3t സ്ക്വയർ. അതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ടിയുടെ വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ ഫോർ മാക്സിമം വെലോസിറ്റി എന്താ ചെയ്യേണ്ടത്? dv ബൈ dt നെ 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് dv ബൈ dt എന്ന് കിട്ടും. dv ബൈ dt is equal to d by dt of 18t minus 3t square അല്ലെ. that is equal to 18t minus 3t square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 18 minus
6t കിട്ടത്തില്ലേ, ഇതല്ലേ dv by dt. ഫോർ മാക്സിമം വെലോസിറ്റി dv by dt നെ 0 ഇക്വേറ്റ് ചെയ്യണ്ടേ, അപ്പൊ ഇതിനെ 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 18 മൈനസ് 6t is equal to 0. അപ്പൊ 18 is equal to 6t. അപ്പൊ ഇവിടുത്തെ t യുടെ വാല്യൂ എത്ര കിട്ടും? t is equal to 18 by 6, that is equal to 3 seconds. സോ നമുക്ക് ടൈമിന്റെ വാല്യൂ എത്ര കിട്ടി? ടൈം t is equal to 3 seconds കിട്ടി. ഇനി നമുക്ക് x ന്റെ വാല്യൂ അല്ലേ വേണ്ടേ? അപ്പൊ ടൈം വെലോസിറ്റി ഈസ് മാക്സിമം, വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ ടൈമിന്റെ വാല്യൂ 3 സെക്കൻഡ് ആണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് x ന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് x is equal to 9 into 3 ന്റെ സ്ക്വയർ പ്ലസ് മൈനസ് 3 ന്റെ ക്യൂബ് അല്ലെ. t ന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 27 minus 27 അല്ല 27 അല്ല 9 അല്ലേ. 9 into 9 minus 27 അല്ലേ. That is equal to 9 into 9 81 minus 27. That is equal to 81 minus 27 എത്രയാ? 81 minus 27 30 ആണ് 51 പിന്നെ ഒരു 3 54 അല്ലേ കിട്ടുന്നത്. 54 മീറ്റർ. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 54 മീറ്റർ കിട്ടിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ മാക്സിമം വാല്യൂ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 എന്ന് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടൈം ടി ന്റെ വാല്യൂ കിട്ടി 3 സെക്കൻഡ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 മീറ്റർ. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. That is 54 meter. Okay, 54 meter. Okay, so next question. NEET 2015 question ആണ്. A particle of unit mass undergoes one-dimension motion such that its velocity varies according to v of x is equal to beta into x raised to minus 2n, where beta and n are constant and x is the position of the particle. That the acceleration of the particle as a function of x is given by. Okay, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. NEET 2015 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യും? എടാ ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, എന്നിട്ട് ആക്സിലറേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ? വെലോസിറ്റി v is equal to എത്രയാ തന്നേക്കുന്നത്? ബീറ്റ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2n അല്ലെ. വെലോസിറ്റി തന്നിട്ടുണ്ട്, നമുക്ക് ആക്സിലറേഷൻ ആണ് വേണ്ടത്. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് a is equal to dv by dt. ശരിയല്ലേ? a is equal to dv by dt എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. വെലോസിറ്റിനെ നമ്മുടെ ടൈമിൽ ടേമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ബിക്കോസ് ഈ വെലോസിറ്റിനെ നമ്മുടെ ടൈമിലെ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി ടൈമിലെ ടേം വേണ്ടേ? ഇവിടെ ടൈമിലെ ടേം ഇല്ലല്ലോ. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി എക്സിന്റെ ടേംസിലാണ്. വെലോസിറ്റി എക്സിന്റെ ടേംസിലാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ടൈമിന്റെ ടേമിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. അപ്പൊ ഇതിന് പകരം ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, എക്സിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആക്ച്വലി ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാം. നമുക്ക് മുകളിൽ താഴെ dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? മുകളിൽ താഴെ dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഇപ്പൊ എന്ത് കിട്ടും? ഈ dx by dt ഇല്ലേ, ഈ dx by dt മുകളിൽ താഴെ dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ dx by dt എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണല്ലോ, പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് v is equal to dx by dt ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഒരു ഇക്വേഷൻ കൂടി കിട്ടി. ദാറ്റ് ഈസ് v into dv by dx. സോ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് a is equal to v into dv by dx. അവിടെ നമുക്ക് വെലോസിറ്റി നമുക്ക് എക്സിന്റെ ടേംസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ കൂടിയാണ്. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. a is equal to dy by dt. ഇത് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്? വെലോസിറ്റി ടൈമിന്റെ ടേമിലാണെങ്കിലാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ വെലോസിറ്റി എക്സിന്റെ ടേംസിലാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അന്നേരം സെക്കൻഡ് ഇക്വേഷൻ a is equal to v into dv by dx. ക്ലിയർ ആണല്ലോ? സോ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ പറഞ്ഞു ആക്സിലറേഷൻ അല്ലേ നമുക്ക് വേണ്ടേ? അപ്പൊ a is equal to v into dv by dx. v ന്റെ വാല്യൂ നമുക്കറിയാം, ബീറ്റ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2n അല്ലേ. ഇതല്ലേ v into dv by dx. അപ്പൊ d by dx of എന്തുവാ? ബീറ്റ എക്സ് റേസ് ടു മൈനസ് 2n.
ക്ലിയർ അല്ലേ? എ ഇസ് ഈക്വൽ ടു വി ഇൻടു ഡി വി ബൈ ഡി എക്സ്. ക്ലിയർ അല്ലേ? എത്ര കിട്ടും? ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻടു എക്സ് റേസ് ടു മൈനസ് 2n ഇൻടു ഈ ബീറ്റ കോൺസ്റ്റന്റ് അല്ലേ, ബീറ്റ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെ പുറത്തെടുക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട, ഇൻടു എക്സ് റേസ് ടു മൈനസ് 2n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു മൈനസ് 2n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാലോ, പവറിന് താഴെ ഇറക്കുമ്പോൾ മൈനസ് 2n ഇൻടു എക്സ് റേസ് ടു മൈനസ് 2n മൈനസ് 1 എന്ന് വരും അല്ലെ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുമ്പോൾ n ഇൻടു എക്സ് റേസ് ടു n മൈനസ് 1 അല്ലേ. പവറിന് താഴെ ഇറക്കിയിട്ട് പവറിൽ 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ അതാ ചെയ്തേക്കുന്നത്. നമുക്ക് ആക്സിലേഷൻ കിട്ടി എ ഇസ് ഈക്വൽ ടു നോക്കിയ ഒരു ബീറ്റ ബീറ്റ രണ്ട് ബീറ്റ ഉണ്ട്, അപ്പൊ ബീറ്റ അതിന്റെ സ്ക്വയർ അല്ലെ, പിന്നെ ഒരു മൈനസ് 2n കൂടി ഇല്ലേ, അപ്പൊ മൈനസ് 2n ബീറ്റ സ്ക്വയർ, പിന്നെ എക്സിന് രണ്ട് ടേം ഉണ്ടല്ലോ, എക്സ് റേസ് ടു മൈനസ് 2n പിന്നെ എക്സ് റേസ് ടു മൈനസ് 2n മൈനസ് 1. അപ്പൊ എന്ത് കിട്ടും? എക്സ് റേസ് ടു മൈനസ് 2n പിന്നെ പവർ ഒന്നുകൂടി ആഡ് ചെയ്താൽ പോരെ, പവർ എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പൊ എക്സ് റേസ് ടു മൈനസ് 2n പിന്നെ മൈനസ് 2n മൈനസ് 1. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു മൈനസ് n ബീറ്റ സ്ക്വയർ എക്സ് റേസ് ടു മൈനസ് 2n കൂടി മൈനസ് 4n. അപ്പൊ മൈനസ് 4n മൈനസ് 1 കിട്ടും. So what is the acceleration? Acceleration A is equal to minus 2n beta square x raised to minus 4n minus 1. So option നോക്കുമ്പോ ഓപ്ഷൻ ഏതാ കിട്ടുന്നേ? മൈനസ് 4n മൈനസ് 1 അല്ലേ, ഓപ്ഷൻ ഡി കിട്ടും അല്ലെ. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് അറിയേണ്ടത് ഈ ഇക്വേഷൻ മാത്രമാണ്, ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ആക്സിലേഷൻ സാധാ കേസ് നമ്മൾ വെലോസിറ്റി നമ്മൾ ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ വെലോസിറ്റി നമ്മൾ ടൈമിന്റെ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. കാരണം 95% കേസിന്റെ വെലോസിറ്റിയിലെ ടൈമിന്റെ ടേം ഉണ്ടാവും. പക്ഷെ ഈ കേസിലെ വെലോസിറ്റി എക്സിന്റെ ടേംസിലാണ്. അപ്പൊ നമ്മൾ സാധാ ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ സെക്കൻഡ് ഇക്വേഷൻ ഷോർട്ട് കട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എ ഇസ് ഈക്വൽ ടു ബി ഇൻടു ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, നല്ലൊരു ഇക്വേഷൻ ആയിരുന്നു. Okay, so next question. NEET 2012 ന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ക്വസ്റ്റൻ വായിച്ചു നോക്കിയേ. The motion of a particle along a straight line is described as equation x is equal to 8 plus 12t minus t cube, where x is in meters and t is in seconds. Then the retardation of the particle when velocity becomes 0 is. Okay, അപ്പൊ എന്താ വേണ്ടേ? ഇവിടെ x ന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമുക്ക് എന്താണ് റിട്ടാർഡേഷനാ വേണ്ടത്? വെൻ വെലോസിറ്റി ബിക്കം 0. വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള റിട്ടാർഡേഷന്റെ വാല്യൂ വേണ്ട അല്ലെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 12t മൈനസ് ടി ക്യൂബ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്തുവാ? ആക്സിലേഷൻ ആണെന്നറിയാലോ. വെലോസിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ആക്സിലേഷൻ ആണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാലോ. വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? v is equal to dx by dt അല്ലേ. dx by dt that is equal to d by dt of x ന്റെ വാല്യൂ x is equal to 8 plus 12t minus t cube. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? that is a is b is equal to 8 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, അപ്പൊ 0 പ്ലസ് 12t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12, പിന്നെ മൈനസ് ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3t സ്ക്വയർ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അറിയാലോ. അപ്പൊ വെലോസിറ്റി v ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് 12 മൈനസ് 3t സ്ക്വയർ കിട്ടി. 12 മൈനസ് 3t സ്ക്വയർ. ഇനി റിട്ടാർഡേഷൻ പറഞ്ഞ ആക്സിലേഷൻ തന്നെയാണ്. വെലോസിറ്റി എങ്ങോട്ടേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ആക്സിലേഷൻ ആണ് റിട്ടാർഡേഷൻ. അപ്പൊ ഇതിന് ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ സാധാ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ വെലോസിറ്റിയിൽ ടൈമിന്റെ ടേം ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ വേണ്ട, ഫസ്റ്റ് ഇക്വേഷൻ തന്നെ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി എന്തുവാ? വെലോസിറ്റി നമുക്ക് കിട്ടി 12 മൈനസ് 3t സ്ക്വയർ. ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പൊ എ ഇസ് ഈക്വൽ ടു 12 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. പിന്നെ മൈനസ് 3t സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 6t കിട്ടത്തില്ലേ. അപ്പൊ ആക്സിലേഷൻ വാല്യൂ എത്ര? ആക്സിലേഷൻ അല്ലെ റിട്ടാർഡേഷൻ. ആക്സിലേഷൻ ഓർ റിട്ടാർഡേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് 6t കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? വെലോസിറ്റിയുടെ വാല്യൂ 0 ആകുമ്പോൾ റിട്ടാർഡേഷന്റെ വാല്യൂ വേണ്ടല്ലേ. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ 0 എന്ന് പൊട്ടി ചെയ്യുമ്പോൾ നമുക്ക് ടൈമിന്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ വെലോസിറ്റി ബിക്കം 0, വെലോസിറ്റിയുടെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്തത് ദാറ്റ് ഈസ് 12 മൈനസ് 3t സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പൊ വെലോസിറ്റി 0 ആകുമ്പോൾ ടൈമിന്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് 12 ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ അല്ലെ. അപ്പൊ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടുമല്ലോ അല്ലെ. ഇത് ഇപ്പത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12/3 ദാറ്റ് ഈസ് 4. അപ്പൊ ടിന്റെ വാല്യൂ എത്ര കിട്ടും? ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 അല്ലെ. പ്ലസ് ഓർ മൈനസ് 2 സെക്കൻഡ്.
അപ്പൊ വെലോസിറ്റി 0 ആകുമ്പോൾ ആ ടൈമിന്റെ വാല്യൂ എത്രയാണ് 2 സെക്കൻഡ്സ് ആണ് അല്ലെ +or-2 ആണ് +2 എടുത്താൽ ടൈം കനോട്ട് ബി നെഗറ്റീവ് അപ്പൊ ടിയുടെ വാല്യൂ 2 സെക്കൻഡ് കിട്ടി അപ്പൊ വെലോസിറ്റി 0 ആകുന്ന ടൈം എത്രയാണ് 2 സെക്കൻഡ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അപ്പൊ ആക്സിലറേഷൻ a equal എത്ര കിട്ടും a equal to -6 into 2 -6 into t അല്ലേ -6 into 2 that is equal to -12 എന്ന് കിട്ടും ആക്സിലറേഷൻ a equal to -12 അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ അത് നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റിട്ടാർഡേഷൻ ആണ് കാരണം വെലോസിറ്റി ഈസ് പോസിറ്റീവ് വെലോസിറ്റി പോസിറ്റീവ് ആകുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ആക്സിലറേഷൻ അല്ല ആക്ച്വലി റിട്ടാർഡേഷൻ ആണ് അപ്പൊ റിട്ടാർഡേഷൻ വാല്യൂ വേണ്ടി -12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ അതിനകത്ത് മൈനസ് ഇല്ല കാരണം റിട്ടാർഡേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് റിട്ടാർഡേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് സൈനിന്റെ ആവശ്യമില്ല സോ ഓപ്ഷൻ ഇത് വരും ഓപ്ഷൻ 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2010 ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ a particle moves a distance x in time t according to equation x is equal to t plus 5 raised to -1 then the acceleration of the particle is proportional to okay 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആക്സിലറേഷൻ പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്ന ഓപ്ഷൻ ഇതാണ് വേണ്ടത് അല്ലെ ഡിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് x is equal to t plus 5 raised to -1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആദ്യമേ വെലോസിറ്റി വാല്യൂ എന്ത് കിട്ടും വെലോസിറ്റി v is equal to dx by dt അല്ലേ that is equal to d by dt of x ന് പകരം നമുക്ക് t plus 5 raised to -1 എഴുതാലോ that is equal to t plus 5 raised to -1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പവർ താഴെ ഇറക്കുമ്പോൾ -1 into t plus 5 പിന്നെ -2 ആകത്തില്ലേ പവറിന് താഴെ ഇറക്കി എഴുതിയിട്ട് പവറിന് ഒന്നുകൂടി മൈനസ് ചെയ്തു അല്ലെ -1 ചെയ്തു അപ്പൊ വെലോസിറ്റി v വാല്യൂ എത്തിയിട്ട് v is equal to -t plus 5 raised to -2 കിട്ടി അല്ലെ നമുക്ക് ആക്സിലറേഷന്റെ പ്രൊപ്പോർഷനാലിറ്റി അല്ലേ വേണ്ടേ ആക്സിലറേഷന്റെ വാല്യൂ വേണ്ടേ ആക്സിലറേഷൻ എത്ര കിട്ടും that is a is equal to dv by dt അല്ലേ a is equal to dv by dt that is d by dt of വെലോസിറ്റിന്റെ വാല്യൂ കിട്ടി അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് -t plus 5 raised to -2 okay that is a is equal to ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 കോൺസ്റ്റന്റ് ആണ് t plus 5 -2 അല്ലേ -2 താഴെ ഇറക്കി എഴുതാലോ അപ്പൊ -1 into -2 into t plus 5 raised to -2 -1 -3 കിട്ടുമല്ലോ ഈ പവറിന് താഴെ ഇറക്കി എഴുതിയിട്ട് പവറിൽ ഒന്ന് മൈനസ് ചെയ്തു അപ്പൊ എത്ര കിട്ടും a is equal to 2 into t plus 5 raised to -3 കിട്ടും അപ്പൊ ആക്സിലറേഷൻ വാല്യൂ എത്ര കിട്ടി a is equal to 2 into x plus 5 raised to -3 ഇനി നമുക്ക് ആക്സിലറേഷനും ഓപ്ഷനിലെ വെലോസിറ്റിയും ഡിസ്റ്റൻസിന്റെ റിലേഷൻ അല്ലേ കിടക്കുന്നത് അപ്പൊ നമുക്ക് ആക്സിലറേഷനും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനും ആക്സിലറേഷൻ ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷനും പിന്നെ ആക്സിലറേഷൻ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഓപ്ഷൻ ആയല്ലോ അപ്പൊ ആദ്യം നമുക്ക് ആക്സിലറേഷൻ ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ എത്രയാ a is equal to 2 into t plus 5 raised to -3 അല്ലേ നമുക്ക് കിട്ടിയത് ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് a is equal to 2 into t plus 5 raised to -1 the whole raised to 3 എന്ന് എഴുതാലോ ശരിയല്ലേ കാരണം ഈ 3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ -3 തന്നെ കിട്ടും ശരിയല്ലേ ഇതിനെ എങ്ങനെ എഴുതാലോ -1 the whole raised to 3 ഇനി a is equal to 2 into ഇവിടെ ഈ സാധനമല്ലേ നമ്മുടെ x നോക്കിയേ x അല്ലേ t plus 5 raised to -1 അപ്പൊ t plus 5 raised to -1 എന്ന് പറയുമ്പോൾ x ആണ് അപ്പൊ എന്ത് കിട്ടും ഇതിന്റെ പകരം x എന്ന് എഴുതാലോ അപ്പൊ x ന്റെ ക്യൂബ് ആയിട്ട് കിട്ടും അല്ലെ അപ്പൊ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് പറയുമ്പോൾ എന്താ കിട്ടുന്നത് a is equal to a is proportional to x ന്റെ ക്യൂബ് കിട്ടും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് റേസ് ടു ക്യൂബ് എന്നുണ്ടോ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലേ ഡിസ്റ്റൻസ് റേസ് ടു സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസ് റേസ് -2 ഉണ്ട് ഡിസ്റ്റൻസ് റേസ് ടു 3 ആണ് സോ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല അപ്പൊ വെലോസിറ്റി ആയിരിക്കും ഓക്കെ വെലോസിറ്റിയുടെ റിലേഷൻ കണ്ടുപിടിച്ച് ആക്സിലറേഷൻ വെലോസിറ്റി നമ്മുടെ റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയോ ആക്സിലറേഷൻ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇതിനെ വെലോസിറ്റി ആക്കി വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരുന്നു വെലോസിറ്റി v is equal to -1 into t plus 5 raised to -2 അല്ലേ ദാറ്റ് ഈസ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക്
ടി പ്ലസ് ഫൈവിന്റെ വാല്യൂ കിട്ടുമല്ലോ. ടി പ്ലസ് ഫൈവിന്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് ടി പ്ലസ് ഫൈവിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ദാറ്റ് ഈസ് ടി പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് വി അല്ലെ, ദാറ്റ് ഈസ് ടി റേസ് ടു മൈനസ് ടു. ടി പ്ലസ് ഫൈവ് റേസ് ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു മൈനസ് വി എന്ന് കിട്ടുമല്ലോ. അതിന്റെ ടി പ്ലസ് ഫൈവ് എത്ര കിട്ടും? ടി പ്ലസ് ഫൈവ് റേസ് ടു മൈനസ് വണ്ണിന്റെ വാല്യൂ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി റേസ് ടു 1/2 കിട്ടുമല്ലോ അല്ലെ. ഈ 2നെ 1 ആക്കാനായിട്ട് റൂട്ട് എടുത്താൽ പോരെ. ത്രൂ ഔട്ട് ഇതിൽ ഇവിടെ ഒരു റൂട്ട് ഇവിടെ ഒരു റൂട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ -1 -2 -1 ആകും. പിന്നെ ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ പവർ 1/2 ആകും അല്ലെ. അപ്പൊ നമുക്ക് ടി പ്ലസ് ഫൈവ് റേസ് ടു -1ന്റെ വാല്യൂ മൈനസ് വി റേസ് ടു 1/2 കിട്ടി. അത് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? നമ്മൾ ഇവിടെ ടി പ്ലസ് ഫൈവ് റേസ് ടു -1ന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ, ആദ്യമേ ടി പ്ലസ് ഫൈവ് റേസ് ടു -2 മൈനസ് വി എന്ന് കിട്ടും. ത്രൂ ഔട്ട് റൂട്ട് എടുക്കുക. ഓക്കെ, ആക്ച്വലി ഇത് മൈനസ് ആണ്. മൈനസിന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ല, മൈനസ് നമ്പറിന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ പവർ ഒന്നും ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മൈനസ് വി കിട്ടും. പ്രപ്പോർഷനാലിറ്റി ആണ്, അതുകൊണ്ട് മൈനസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മൈനസ്, ശരിക്കും ഇത് കോംപ്ലക്സ് നമ്പർ ആണ്, നമുക്ക് നെഗറ്റീവിന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ എന്തായാലും അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ മൈനസ് വി കിട്ടുമ്പോ മൈനസ് വി റേസ് ടു 1/2. അപ്പൊ ടി പ്ലസ് ഫൈവ് റേസ് ടു -1 എത്ര കിട്ടി? മൈനസ് വി റേസ് ടു 1/2. ഇനി നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈ ഒരു ഫോർമാറ്റില് അല്ലെ, എ ഇസ് ഈക്വൽ എത്രയായിരുന്നു? എ ഇസ് ഈക്വൽ ടു 2 ഇൻടു ടി പ്ലസ് ഫൈവ് റേസ് ടു -1 ദ ഹോൾ റേസ് ടു 3 അല്ലായിരുന്നോ? ഇനി ടി പ്ലസ് ഫൈവ് റേസ് ടു -1 പകരം നമുക്ക് മൈനസ് വി റേസ് ടു 1/2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ ഇസ് ഈക്വൽ ടു 2 ഇൻടു ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മൈനസ് വി റേസ് ടു 1/2 എഴുതാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻടു മൈനസ് വി റേസ് ടു 1/2 അതിന്റെ ഹോള് ക്യൂബ് ആയിരിക്കും അല്ലെ. അപ്പൊ എ സി ഇവിടെ എത്ര കിട്ടി? എ ഇസ് ഈക്വൽ ടു -2v റേസ് ടു 3/2 കിട്ടും അല്ലെ. ഈ 3-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 ആവത്തില്ലേ? അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി വരാം. എ ഇസ് പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 3/2. -2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി വേണ്ട. അപ്പൊ എ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 3/2 കിട്ടും. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ A is the answer. Velocity v is v proportional to v raised to 3/2. Option A is the answer. Okay. Option A is the answer. So next question. 2007 question aanu. A particle moving along x-axis has an acceleration f at a time t is given by f is equal to f0 into 1 minus t divided by capital T. Where f0 and capital T are constant, the particle at t is equal to 0 has 0 velocity, and in time interval between t is equal to 0 and the instant when f is equal to 0, then the particle velocity vx is. Okay, ക്വസ്റ്റ്യൻ എന്തുവാ? ഒരു ആക്സലേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഒരു പാർട്ടിക്കൽ, ഒരു മൂവിംഗ് പാർട്ടിക്കലിന്റെ ആക്സലേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് f is equal to f0 into 1 minus t divided by capital T. Okay. ഇനി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പാർട്ടിക്കൽ അറ്റ് ടൈം t is equal to 0 has 0 വെലോസിറ്റി. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? ദാറ്റ് ഈസ് അറ്റ് എ ഇൻസ്റ്റന്റ് വെൻ f is equal to 0 then the particle velocity is. ആക്സലേഷൻ തന്നിട്ട് ആ ആക്സലേഷന്റെ വാല്യൂ 0 ആകുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ പറയാം. ദാറ്റ് ഈസ് ആക്സലേഷൻ തന്നിട്ടുണ്ട്. ആക്സലേഷൻ ഇസ് ഈക്വൽ ടു f is equal to f0 into 1 minus t divided by capital T അല്ലെ. ആക്സലറേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് വെലോസിറ്റിയാ വേണ്ടേ. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ആക്സലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ a dt ആണല്ലോ അല്ലെ. വെലോസിറ്റിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v is equal to integral a dt. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ v is equal to integral ആക്സലേഷൻ പകരം നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് f0 into 1 minus t divided by capital T into dt അല്ലെ. ഈ f0 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ v is equal to f0 ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ f0 minus f0t divided by t into dt എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് v is equal to f0 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? f0 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ f0 into t അല്ലേ കിട്ടുന്നത്. ഇന്റഗ്രേഷൻ ഒക്കെ അറിയാലോ. f0 into t raised to 0 ആണ്.
അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ടി റേസ് ടു 0 പ്ലസ് 1 ഡിവൈഡ് ബൈ 0 പ്ലസ് 1 എന്ന് വരും. അപ്പൊ f0 ഇൻടു ടി, പിന്നെ മൈനസ് f0 ടി ഡിവൈഡ് ബൈ ടി. അതിൽ f0 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി കോൺസ്റ്റന്റ് ആണ്. പിന്നെ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 അല്ലേ കിട്ടുന്നത്. അപ്പൊ f0 ബൈ ടി കോൺസ്റ്റന്റ്, പിന്നെ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ വെലോസിറ്റി വാല്യൂ എന്ത് കിട്ടി? v is equal to f0 t minus f0 t square divided by 2t എന്ന് കിട്ടി. So this is the value of velocity, that is f is equal to, that is v is equal to f0 t minus f0 t square divided by 2t. Okay, ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആക്സലേഷന്റെ വാല്യൂ 0 ആകുമ്പോഴാണ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. വെലോസിറ്റിന്റെ വാല്യൂ വേണ്ടത്. അപ്പൊ ഇതിനകത്ത് 0 പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈമിന്റെ വാല്യൂ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് വെൻ f is equal to 0 അല്ലെ. ദാറ്റ് ഈസ് f0 മൈനസ് f0 into 1 minus t divided by t is equal to 0 അല്ലെ. അപ്പൊ 1 minus t divided by t is equal to 0 അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ 1 is equal to t by t എന്ന് കിട്ടും. ദാറ്റ് ഈസ് t is equal to t എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കിട്ടും. സോ when acceleration is 0, ആക്സലേഷൻ 0 ആകുമ്പോൾ ടൈമിന്റെ വാല്യൂ എത്രയാ? ക്യാപിറ്റൽ ടി ആണ്. അത് ഈ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. വെലോസിറ്റി വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് v is equal to that is f0 into small t ക്ക് പകരം ക്യാപിറ്റൽ ടി എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി മൈനസ് f0 into സ്മോൾ ടിക്ക് പകരം പിന്നെ ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t എന്ന് കിട്ടും. പറയുന്നത് കത്തുന്നുണ്ടോ? ആക്സലറേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റിന്റെ വാല്യൂ നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യമേ ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചു, എന്നിട്ട് ആക്സലറേഷന്റെ വാല്യൂ 0 പുട്ട് ചെയ്തപ്പോൾ നമുക്ക് ടൈമിന്റെ വാല്യൂ കിട്ടി. ടൈം ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആക്സലറേഷൻ 0 ആകുമ്പോൾ വെലോസിറ്റിന്റെ വാല്യൂ കിട്ടും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു ടി ക്യാൻസൽ. അപ്പൊ v is equal to f0 t minus f0 t divided by 2. ശരിയല്ലേ? f0 t minus f0 t divided by 2. അപ്പൊ v എത്ര കിട്ടും? v is equal to f0 t divided by 2. ഒന്നേ നിരപ്പയം വെച്ചാലേ അപ്പൊ f0 t divided by 2 കിട്ടും. So what is the acceleration? Acceleration v is equal to f0 t divided by 2. നമുക്ക് ഓപ്ഷൻ ഇട്ട് നോക്കിയേ. So option C is the answer. 1/2 f0 into t. Okay, option C ആണ്. Okay, so next question. NEET 2022 ഈ വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. Okay, the ratio of distance traveled by a freely falling body in the first, second, third and fourth second is. Okay, so എന്തോ വേണ്ടേ? ആ ഡിസ്റ്റൻസിന്റെ റേഷ്യോ അല്ലെ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സെക്കൻഡ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അതിന്റെ ഇക്വേഷൻ എന്തുവാ? s nth is equal to u plus a by 2 into 2n minus 1 അല്ലെ. nth സെക്കൻഡില് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് u plus a by 2 into 2n minus 1. മറ്റേ ഇക്വേഷൻ s is equal to ut plus half nt square. അത് ഏത് ഇക്വേഷനാ? അത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണെങ്കിൽ s is equal to ut plus half nt square. ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് s n is equal to u plus a by 2 into 2n minus 1 അല്ലെ. അപ്പൊ ഈ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി, ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇതിനകത്ത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ ഇതിന് 0 ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് s nth എന്ത് കിട്ടും? s nth is equal to u 0 ആയി പോയി. ആക്സലേഷൻ എത്രയാ? ഫ്രീലി ഫോളിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്സിൽ നമുക്ക് g ആയിട്ട് എടുക്കാമല്ലോ. ആക്സലേഷൻ ആക്സിൽ g. അപ്പൊ g by 2 into 2n minus 1 എന്ന് വരും അല്ലെ. അതില് ഫ്രീലി ഫോളിംഗ്, അതില് g കോൺസ്റ്റന്റ് അല്ലേ. ഫ്രീലി ഫോളിംഗ് ആകുമ്പോ എല്ലാ സെക്കൻഡിലും g കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് g വേണ്ട. അപ്പൊ നമുക്ക് ഇക്വേഷൻ s nth പ്രപ്പോർഷണൽ ടു g by 2 എല്ലാ ഇക്വേഷനിലും കോൺസ്റ്റന്റ് ആയിട്ട് വരും. എന്റെ വാല്യൂ നമ്മൾ എന്ത് പുട്ട് ചെയ്താലും g by 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പ്രപ്പോർഷണൽ ടു 2n minus 1 എഴുതാലോ. പറഞ്ഞ കത്തുന്നുണ്ടോ? ഇക്വേഷൻ is s nth is equal to u plus a by 2 into 2n minus 1. യുടെ വാല്യൂ 0 ആണ്. അപ്പൊ അത് നോക്കണ്ട. പിന്നെ a by 2 നമുക്ക് g by 2 ആയിട്ട് എഴുതാം. അപ്പൊ g by 2 എല്ലാ കേസിലും കോൺസ്റ്റന്റ്. 4 കേസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അവിടെയൊക്കെ g by 2 തന്നെ വരുന്നത്. അപ്പൊ g by 2 പ്രപ്പോർഷണൽ ആയിട്ട് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് വേണ്ടല്ലോ. അപ്പൊ നമുക്ക് s nth ഇക്വേഷൻ കിട്ടി. s nth is equal to is proportional to 2n minus 1. അപ്പൊ ഈ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. പറഞ്ഞേ s of first second. എന്തോ s of first second? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 second. അതെത്രയാ? ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു
that is proportional to 2n minus 1 അല്ലേ, that is 2n minus 1 എന്ന് പറയുമ്പോൾ 2 into that is equal to 2 into 1 minus 1. Okay, proportionality ആണ് equal to കിട്ടാനും മതി. Okay, ഇതിന് കൂടെ ഒരു g/2 വരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. That is equal to 2 into 1 minus 1 എത്രയാണ്, 1 ആണ് അല്ലേ. ഇനി distance traveled in second, that is equal to 2n minus 1 അല്ലേ, 2 into 2 minus 1. അപ്പൊ 2 into n വരെ 2 എന്ന് പുട്ട് ചെയ്യാം. അപ്പൊ 2 minus 1, 2 into 2 4, 4 minus 1 that is equal to 3. അപ്പൊ distance traveled in second is proportional to 3. Okay, actual equation എന്താ, ഇതിൽ കൂടെ g/2 കൂടി വരും. ഓക്കെ, അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലായിടത്തും g/2 വരും. ഇനി s in third second is equal to n ന്റെ വാല്യൂ 2, 3. അപ്പൊ 2 into 3 minus 1 that is 6 minus 1 that is 5 എന്ന് കിട്ടത്തില്ലേ. അതേപോലെ s in fourth second that is 2 into 4 minus 1 that is 8 minus 1 that is 7 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ റേഷ്യോ കിട്ടിയല്ലോ. That is distance in first second is to second is to third second is to fourth second is equal to 1 is to 3 is to 5 is to 7. That is s in first second is to s in second, third second is to fourth second is equal to 1 is to 3 is to 5 is to 7. അതിനെ മൊത്തം ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊപ്പോർഷണാലിറ്റി വെച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഓപ്ഷൻ ഏതാ കിട്ടുന്നത്? ഓപ്ഷൻ C is the answer. 1 is to 3 is to 5 is to 7. Okay, so next question, NEET 2020 ആണ്. Okay, a ball is thrown vertically downward with a velocity of 20 meter per second from the top of the tower. It hits the ground after some time with a velocity of 80 meter per second. Then the height of the tower is. Okay, നാല് ഓപ്ഷൻസ് ഉണ്ട് 2020. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ? എന്തോ പറയുന്നത്, ഒരു ടവറിന്റെ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് എറിയാണ് അല്ലെ. എന്നിട്ട് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇതൊരു ടവർ ആണെന്നിരിക്കട്ടെ. അപ്പൊ ടവറിന്റെ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ നേരെ താഴേക്ക് എറിയുക അല്ലെ. അപ്പൊ ഈ ബോൾ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയും പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് u ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ, 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 20 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഈ ബോള് ഗ്രൗണ്ടിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി v is equal to 80 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ടവറിന്റെ ഹൈറ്റ് h ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? v square is equal to u square plus 2as. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം. ഈ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈ ടവറിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കുമല്ലോ, ശരിയല്ലേ? കാരണം ടവറിന്റെ മാക്സിമം ഹൈറ്റിൽ തന്നെ താഴേക്ക് വരുന്നത്. അപ്പൊ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഈ ടവറിന്റെ ഹൈറ്റും സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ v square is equal to u square plus 2as അല്ലെ. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി എത്രയാ, 80 ആണ്. അപ്പൊ 80 ന്റെ സ്ക്വയർ is equal to initial velocity 20. അപ്പൊ 20 ന്റെ സ്ക്വയർ പ്ലസ് 2 into ആക്സിലേഷൻ എത്രയാ, ഫ്രീ ഫോൾ അല്ലേ, താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യല്ലേ. അപ്പൊ ആക്സിലേഷൻ പറയുന്നത് g ആയിരിക്കുമല്ലോ. അതിന്റെ വാല്യൂ എത്രയാ, 10 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ g ന്റെ വാല്യൂ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ താഴോട്ട് ആക്സിലേഷൻ കൊണ്ട് ഗ്രാവിറ്റിന്റെ വാല്യൂ 10 ആണ്. അപ്പൊ 10 into ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോൾ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ തന്നെയാണ്. അപ്പൊ അതിനെ h ആയിട്ട് എടുക്കാം. ഈ h നെ നമുക്ക് വേണ്ടേ, സോൾവ് ചെയ്തെടുത്ത് 18 ന്റെ സ്ക്വയർ എത്രയാ, 18 ന്റെ സ്ക്വയർ 64. അപ്പൊ 64,000 is equal to 20 ന്റെ സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4. അപ്പൊ 400 വരും അല്ലെ. പ്ലസ് 220h കിട്ടും അല്ലെ. 2 into 10 20. ഇനി ഇപ്പഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 20h is equal to 6,400 minus 400. 6,000 കിട്ടിയില്ലേ. ഒരു പൂജ്യം ക്യാൻസൽ. അപ്പൊ h is equal to 600 divided by 2, that is 300 meter എന്ന് കിട്ടും. സെച്ചിന്റെ വാല്യൂ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ h ഓഫ് ഹൈറ്റ്. ദാറ്റ് ഈസ് ടവർ ഓഫ് ഹൈറ്റ് ഓഫ് ടവർ ഈസ് 300 meter. ഓപ്ഷൻ D is the answer. Okay, option D is the answer. Okay, so next question, NEET 2013 question ആണ്. A stone falls freely under gravity. It covers a distance h1, h2, h3 in the first 5 seconds, next 5 seconds and next 5 seconds respectively. Then the relation between h1, h2 and h3 is. Okay, നാല് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതെങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുന്നത്, ഒരു സ്റ്റോൺ ഫ്രീ ഫോൾ ചെയ്യാണ് അല്ലെ. ഒരു സ്റ്റോൺ ഈസ് ഫ്രീ ഫോളിങ് നേരെ താഴേക്ക് അല്ലെ.
അപ്പൊ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയി തന്നേക്കുന്നത് H1 H2 H3. ദാറ്റ് ഈസ് ആദ്യത്തെ 5 സെക്കൻഡില് H1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പിന്നെ അടുത്ത 5 സെക്കൻഡില് H2, അതിന്റെ അടുത്ത 5 സെക്കൻഡില് H3. ഓക്കെ, നമുക്ക് വേണേ ലെവലായിട്ട് വരയ്ക്കാം. ദിസ് H1, ദിസ് ഈസ് H2, പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത് H3. ഓക്കെ, സോ നമുക്ക് ഈ H1 H2 H3 ന്റെ വാല്യൂ വേണ്ട. പറയുന്നത് മനസ്സിലായല്ലോ. ആദ്യം ഫസ്റ്റ് 5 സെക്കൻഡില് H1 ഡിസ്റ്റൻസ്, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. അപ്പൊ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ആദ്യം H1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പിന്നെ സെക്കൻഡ് 5 സെക്കൻഡ്, നെക്സ്റ്റ് 5 സെക്കൻഡില് പിന്നെ H2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പിന്നെ തേർഡ് 5 സെക്കൻഡില് അടുത്ത H3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഈ H1 H2 H3 ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആയിരിക്കില്ല. കാരണം നമുക്കറിയാം താഴോട്ട് ഗ്രാവിറ്റി ഇല്ലേ, താഴെ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഈ ബോൾ താഴേക്ക് വരുന്നതനുസരിച്ച് സ്പീഡ് കൂടും. അപ്പൊ സ്പീഡ് കൂടുമ്പോഴത്തേക്കും 5 സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടുമല്ലോ. അപ്പൊ H1 H2 H3 ഏറ്റവും വലുത് H3 ആയിരിക്കും. അതിന് സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ H1 H2 H3 ഈക്വൽ ആയിരിക്കില്ല. 1:1 എന്ന് പറയുന്ന റേഷ്യോ ഒരിക്കലും കിട്ടില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓപ്ഷൻ ബി എന്തായാലും വരത്തില്ല. ഇതിനകത്ത് H3 ഏറ്റവും കൂടുതലാണ്. എന്താ കാര്യം? ബിക്കോസ് ബോള് ആ ഹൈയസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങി അത് താഴേക്ക് വരുമ്പം ആക്സലറേഷൻ ഉള്ളത് കൊണ്ട്, ഗ്രാവിറ്റിയുടെ ആക്സലറേഷൻ ഉള്ളത് കൊണ്ട് താഴെ വരുന്നതനുസരിച്ച് സ്പീഡ് കൂടും. അപ്പൊ സ്പീഡ് കൂടുമ്പോ ഓരോ 5 സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടില്ലേ. ആദ്യത്തെ 5 സെക്കൻഡ് സ്പീഡ് കുറവായിരിക്കും, അടുത്ത 5 സെക്കൻഡ് സ്പീഡ് പിന്നെ കൂടി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് H2 ന്റെ വാല്യൂ H1 കൂടുതലായിരിക്കും. സിമിലർലി H3 ന്റെ വാല്യൂ H2 കൂടുതലാണ്, H1 കൂടുതലാണ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ വേണ്ട അല്ലെ. അപ്പൊ വാല്യൂ ആദ്യം H1 കണ്ടുപിടിക്കാമല്ലോ. H1 എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ H1. അതിൽ നമുക്ക് തൽക്കാലം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ്സ് പറയാലോ അല്ലെ. അപ്പൊ H1 ന്റെ വാല്യൂ എത്ര കിട്ടും? S is equal to ഇക്വേഷൻ എന്താ? S is equal to ut plus half a t square അല്ലെ. ഇനീഷ്യൽ ഡ്രോപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്രോപ്ഡ് ആണ്. അപ്പൊ ഡ്രോപ്ഡ് ആണെങ്കിൽ യുവിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡ്രോപ്ഡ് ആണെങ്കിൽ യുവിന്റെ വാല്യൂ 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ യുവിന്റെ വാല്യൂ 0, അപ്പൊ ഈ ടേം മൊത്തം 0 ആയിപ്പോയി. അപ്പൊ H1 ന്റെ വാല്യൂ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് 5 സെക്കൻഡ് H1 തന്നെയല്ലേ. അതിന്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഹാഫ് g t സ്ക്വയർ അല്ലെ. ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് g ആയിട്ട് പുട്ട് ചെയ്യാം. അപ്പൊ ഹാഫ് ഇൻടു g ഇൻടു ടൈം എത്ര? 5 സെക്കൻഡ്സ്. അപ്പൊ 5 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് H1 is equal to 25 g ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ശരിയല്ലേ? 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. അപ്പൊ H1 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 25 g by 2 കിട്ടി. ഇനി നമുക്ക് H2 ആ വേണ്ടേ. അപ്പൊ ഒരു കാര്യം നോട്ടെ, ഈ H2 ന്റെ വാല്യൂ ഉണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ H1 ന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോ H1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. S is equal to ut plus half a t സ്ക്വയറിന് നമ്മൾ H1 ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. പക്ഷെ H2 ന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. കാരണം H1 എവിടത്തെ എവിടെ വരെ? അത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് H2. അതിൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഇനീഷ്യൽ വെലോസിറ്റി വേണ്ട എടുക്കാൻ. പക്ഷെ ഈ പോയിന്റ് വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഈ പോയിന്റ് ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയത്തുള്ളൂ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് H2. അതിന് ഇനീഷ്യൽ പോയിന്റ് ഇതാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഈ അവസാനം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതിയല്ലോ. ശരിയല്ലേ? ഈ H2 കണ്ടുപിടിക്കാനായിട്ട് മൊത്തം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് H2 കിട്ടുമല്ലോ. ആദ്യം ടൈം t is equal to 0 തൊട്ട് ആദ്യത്തെ 5 സെക്കൻഡിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പിന്നെ 5 സെക്കൻഡിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ദാറ്റ് ഈസ് S10 ആയിരിക്കുമല്ലോ. ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 10 സെക്കൻഡ്സ് അല്ലേ ഇത് മൊത്തം. ആദ്യത്തെ 5 സെക്കൻഡ്, അടുത്ത 5 സെക്കൻഡ്. അപ്പൊ S is equal to ut plus half a t സ്ക്വയറില് ടിന്റെ വരെ 10 പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് S10 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ S10 ന്റെ വാല്യൂ എത്ര കിട്ടും? S10 is equal to യുടെ വാല്യൂ 0 ആണ്, കാരണം ഇവിടെ തൊട്ടാ തുടങ്ങി. അപ്പൊ യുടെ വാല്യൂ 0 പ്ലസ് ഹാഫ് ഇൻടു ജി ഇൻടു 10 ഇൻടു സ്ക്വയർ. ശരിയല്ലേ? ടിന്റെ വാല്യൂ 10 എന്ന് പുട്ട് ചെയ്യാം. ടോട്ടൽ ടൈം അടിക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ ടോട്ടൽ ടൈം 10 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 g by 2 എന്ന് കിട്ടും. അപ്പൊ S10 എത്ര കിട്ടി? 100 g by 2 എന്ന് കിട്ടി. 100 g by 2 അല്ലെ? പക്ഷെ നമുക്ക് S10 ആണ് വേണ്ട. അല്ല, നമുക്ക് ഈ H2 മാത്രം മതി. നമുക്ക് ഇവിടെ ഉള്ള H2 ഈ വാല്യൂ മാത്രം നമുക്ക് മതി അല്ലെ? അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ വാല്യൂ മൊത്തം അറിയാം അല്ലെ? ഈ മൊത്തം വാല്യൂ ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് പറയാം ഇവിടുന്ന് H2 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ?
ഈ മൊത്തം ഡിസ്റ്റൻസിന്ന് ഇത്രയും മൈനസ് ചെയ്ത് നമുക്ക് H2 കിട്ടി. മൊത്തം എത്രയാ? S10 ആണ്. അപ്പൊ S10 മൈനസ് H1 എന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് നമ്മൾ H1 ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച പോലെ നമുക്ക് H2 ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം H1ന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് അറിയായിരുന്നു. പക്ഷെ H2 ഹൈറ്റ് തുടങ്ങിയപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പൊ ടോട്ടൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് H1 മൈനസ് ചെയ്യുമ്പോഴേ നമുക്ക് H2 കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് ഈ ചെയ്യുന്നത്. അപ്പൊ H2 is equal to total distance divided by H1. എത്ര കിട്ടും? That is equal to S10 ന്റെ വാല്യൂ കിട്ടിയത് 100 അല്ലേ? അപ്പൊ 100 G divided by 2 മൈനസ് H1 ന്റെ വാല്യൂ എത്ര? 25 G by 2. 25 G by 2 എത്ര കിട്ടും? That is H2 is equal to 100 G minus 25 G by 2. എത്ര കിട്ടുന്നത്? 75 G by 2 അല്ലേ? അപ്പൊ നമുക്ക് H2 ന്റെ വാല്യൂ കൂടി കിട്ടി. H2 is equal to 75 അല്ലെ? 100 minus 25 75. അപ്പൊ 75 G by 2 കിട്ടി. ഓക്കെ, ഇനി അതേപോലെ H3 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല. കാരണം H3 എന്ന് പറഞ്ഞാല് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ളതാണ് H3. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, ആ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ 15 സെക്കൻഡ്സ് ആയിരിക്കില്ലേ? ആദ്യത്തെ 5 സെക്കൻഡ്, പിന്നെ അടുത്ത 5, പിന്നെ അടുത്ത 5. അപ്പൊ മൊത്തം 15 സെക്കൻഡ് അല്ലേ? അപ്പൊ 15 സെക്കൻഡിൽ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറയുമ്പോൾ S15 ആയിരിക്കുമല്ലോ. ഡിസ്റ്റൻസ് ട്രാവൽ 15 സെക്കൻഡ്സ്. ആ മൊത്തം ഡിസ്റ്റൻസിൽ നിന്ന് ഇത്രയും ഈ S10 മൈനസ് ചെയ്ത് നമുക്ക് S3 കിട്ടത്തില്ലേ? ശരിയല്ലേ? ഈ H3 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് H3. അപ്പൊ മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള H15 കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ S10 മൈനസ് ചെയ്താൽ പോലെ. ഇതല്ലേ S10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് S3 കിട്ടും. ഇനി S15 എത്ര കിട്ടും? S15 is equal to ut plus half into square. യുടെ വാല്യൂ 0, കാരണം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. S15 എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പൊ യുടെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പൊ 0 പ്ലസ് ഹാഫ് ഇൻറ്റു G ഇൻറ്റു 15 ഇൻറ്റു സ്ക്വയർ. ശരിയല്ലേ? എത്ര കിട്ടും? S15 is equal to half into G into 15 square. 15 square 225 അല്ലേ? 225. അപ്പൊ 225 G divided by 2 എന്ന് കിട്ടും. ഇത് H3 ആണോ? അല്ല. ഇത് S3 അല്ല. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തം 15 സെക്കൻഡിലെ മൊത്തം ഡിസ്പ്ലേസ്മെന്റ് ആണ് 225 G divided by 2. അപ്പൊ നമുക്ക് H3 എത്ര കിട്ടും? H3 is equal to എത്ര കിട്ടും? S15 മൈനസ് S10 എടുത്താൽ പോരെ. മൊത്തം 15 10 മൈനസ് ചെയ്താൽ പിന്നെ S3 കിട്ടും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 225 G ഡിവൈഡഡ് ബൈ 2 മൈനസ് S10 എത്രയായിരുന്നു? 100 G ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് 100 G ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടും? 225 മൈനസ് 100 125 അല്ലേ? അപ്പൊ 125 G ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പൊ H3 ന്റെ വാല്യൂ കിട്ടി. H3 ഈസ് ഈക്വൽ ടു 125 G ഡിവൈഡ് ബൈ 2. അപ്പൊ H1 ഉം H2 ഉം H3 കിട്ടിയല്ലോ. അപ്പൊ റേഷ്യോ എന്ത് വരും? ദാറ്റ് ഈസ് 1:3:5 എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് H1 ന്റെ വാല്യൂ H1 is equal to 25 G by 2 അല്ലെ? പിന്നെ H2 ന്റെ വാല്യൂ എത്ര കിട്ടിയ? 75 G by 2. പിന്നെ H3 ന്റെ വാല്യൂ എത്ര കിട്ടിയ? 125 G by 2 അല്ലെ? അപ്പൊ റേഷ്യോ എത്ര കിട്ടും? 1:3:5 കിട്ടത്തില്ലേ? ദാറ്റ് ഈസ് H1:H2:H3 is equal to 1:3:5 കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. G by 2 ക്യാൻസൽ. അപ്പൊ 25:75:125 എന്ന് കിട്ടും. ത്രൂ ഔട്ട് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1:3:5 എന്ന റേഷ്യോ കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ഡി is the answer അല്ലെ? H1 is equal to H2 by 3 is equal to H3 by 5 അല്ലെ? That is H1 is equal to 25 G by 2 അല്ലെ? അപ്പോ H2 നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് H1 കിട്ടും അല്ലെ? അതുപോലെ S3 നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് H1 കിട്ടും. സോ ഓപ്ഷൻ ഡി is the answer. H1 is equal to H2 by 3 equal to H3 divided by 5. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ 2013 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2011 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2010 നീറ്റിന്റെ ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കിയ ഒരു ലെന്തി ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഇസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈ റൈസ് പ്ലാറ്റ്ഫോം at time t is equal to 0 starting from rest.
After 6 seconds, another ball is thrown downwards from the same platform with a velocity v. The two balls meet at a time t is equal to 18 seconds. What will be the value of v? Okay, 4 options ഉണ്ട് 75, 55, 40 and 60. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? എന്തോ പറയുന്നത്, ഒരു ഹൈ പ്ലാറ്റ്ഫോം, ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യം ഒരു ബോൾ ടൈം ടി ഈസ് ഈക്വൽ 0 സെക്കൻഡില് ഒരു ബോൾ നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ് അല്ലെ. അത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഒരു 6 സെക്കൻഡ് കഴിഞ്ഞപ്പോ വെൻ ടൈം ടി ഈസ് ഈക്വൽ 6 സെക്കൻഡ്സ് അപ്പൊ വേറെ ബോൾ നേരെ താഴേക്ക് എറിയാണ് വിത്ത് വെലോസിറ്റി v. എന്നിട്ട് ഈ രണ്ട് ബോളും കൂടി 16 സെക്കൻഡ് ആയപ്പോ 16 18 18 സെക്കൻഡ് ടൈം ടി ഈസ് ഈക്വൽ ടു 18 സെക്കൻഡില് രണ്ട് ബോളിൽ കൂടി ഒരു സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിന്റെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ആദ്യമേ ഇനീഷ്യൽ ടൈം ടൈം ടി ഈസ് ഈക്വൽ 0 സെക്കൻഡിൽ ഒരു ബോൾ നേരെ താഴേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ആ ബോൾ നേരെ താഴേക്ക് പൊക്കോണ്ടിരിക്കുക. ഒരു 6 സെക്കൻഡ് കഴിഞ്ഞപ്പോ മറ്റൊരു ബോൾ അനദർ ബോളിന് താഴേക്ക് നല്ല അങ്ങ് എറിയാണ് വിത്ത് വെലോസിറ്റി v. അത് 18 സെക്കൻഡ് ആയപ്പോ രണ്ട് ബോൾ കൂടി സെയിം ലെവൽ ഒരേ പോയിന്റ് തന്നെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വിന്റെ വാല്യൂ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് പറയാം, ഈ രണ്ട് ബോളും ഒരേ പോയിന്റ് തന്നെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ബോളും ട്രാവൽ ചെയ്ത ഹൈറ്റ് സെയിം ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുമല്ലോ, ശരിയല്ലേ? രണ്ട് ബോൾ കൂടി കുറച്ച് കഴിഞ്ഞ് മീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ബോൾ ട്രാവൽ ചെയ്ത ഹൈറ്റ് സെയിം ആയിരിക്കണം. അപ്പൊ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? h. ഇതിന്റെ ഡിസ്റ്റൻസും h തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ കേസിൽ പറഞ്ഞ് ബോൾ h ഹൈറ്റ് ട്രാവൽ ചെയ്തത് എത്ര ടൈം കൊണ്ടാണ്? ദാറ്റ് ഈസ് ടൈം ടി ഈസ് ഈക്വൽ 0 തൊട്ട് ടൈം ടി ഈസ് ഈക്വൽ 18 സെക്കൻഡ് അല്ലേ. അപ്പൊ ഇവിടെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റിൽ എത്താൻ വേണ്ടി 18 സെക്കൻഡ് വേണ്ടി വന്നു ഫസ്റ്റ് ബോൾ. കാരണം ജസ്റ്റ് ഇത് ഡ്രോപ്പ് ചെയ്തതാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ബോള് 6 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നേരെ താഴേക്ക് ആഞ്ഞെറിയുന്നത്. അത് എത്ര ടൈം എടുത്തു? അത് 6 സെക്കൻഡ് താമസിച്ചാ വന്നത്. അപ്പൊ ആ ബോള് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു? 18 മൈനസ് 6 ദാറ്റ് ഈസ് 12 സെക്കൻഡ് എടുത്തു. പറഞ്ഞു മനസ്സിലായാലോ? സോ ഫസ്റ്റ് ബോള് h ഹൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി 18 സെക്കൻഡ് കൺസ്യൂം ചെയ്തെങ്കിലും സെക്കൻഡ് ബോൾ ഈസ് ട്രാവലിംഗ് ഓൺലി അറ്റ് 12 സെക്കൻഡ്. പക്ഷെ ഹൈറ്റ് രണ്ടിടത്തും എന്താണ്? സെയിം ആണ്. സോ ഹൈറ്റ് ട്രാവൽഡ് ഓഫ് ഫസ്റ്റ് ബോൾ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ട്രാവൽഡ് ബൈ സെക്കൻഡ് ബോൾ ആയിരിക്കും. ഇക്വേറ്റ് ചെയ്താൽ മതി. എസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ, u1 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 18 വേണ്ട g എന്ന് മതി അല്ലെ, ആക്സലേഷൻ എന്ന് പറയുന്നത് g ആണ്. അപ്പൊ ജി ടി സ്ക്വയർ t1 സ്ക്വയർ അല്ലെ പ്ലസ് u2 ഈക്വൽ ടു s2 ന്റെ വാല്യൂ എത്രയായിരിക്കും? u2 t2 പ്ലസ് ഹാഫ് g t2 സ്ക്വയർ. ശരിയല്ലേ? s is equal to ut plus half at സ്ക്വയർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ആദ്യത്തെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി u1 ന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മൊത്തം വാല്യൂ 0 ആയി പോലെ കാരണം u1 ന്റെ വാല്യൂ 0 ആണ് അല്ലെ. അപ്പൊ ഈ ടേം 0 ആയി പോയി. അപ്പൊ ഹാഫ് g ഇൻടു t1 സ്ക്വയർ. t1 എത്രയാ? ഫസ്റ്റ് ബോൾ എത്ര ടൈം ട്രാവൽ ചെയ്തേ? 0 ടൈം t 0 തൊട്ട് തുടങ്ങി 18 വരെ അല്ലേ. അപ്പൊ ടൈം t വരെ 18 ആണ്. അപ്പൊ 18 ഇൻടു 18ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ. പിന്നെ സെക്കൻഡ് ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. u2 0 അല്ല, u2 ന്റെ വാല്യൂ v ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ v ഇൻടു t2 ന്റെ വാല്യൂ എത്രയാ? t2 എത്രയാ? 6 സെക്കൻഡിൽ തുടങ്ങി 18 വരെ ട്രാവൽ ചെയ്തു. അപ്പൊ എത്ര ടൈം മൊത്തം ട്രാവൽ ചെയ്തു? 16 മൈനസ് 6 അല്ലേ, 18 മൈനസ് 6 അല്ലേ, 12. അപ്പൊ 12 പ്ലസ് ഹാഫ് ഇൻടു g ഇൻടു എത്രയാ? 12 ഇൻടു 12 എന്നായിരിക്കും. ഇത് സോൾവ് ചെയ്തിട്ട് വിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ മൊത്തം ടേമിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. ഇപ്പൊ കിട്ടും ദാറ്റ് ഈസ് ഹാഫ് g ഇൻടു 18ന്റെ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻടു g ഇൻടു 12ന്റെ സ്ക്വയർ അല്ലേ ഇസ് ഈക്വൽ ടു 12v എന്നായിരിക്കും അല്ലെ. ഹാഫ് g നമുക്ക് കോമൺ എടുക്കാം. അപ്പൊ ഹാഫ് g ഇസ് ഈക്വൽ ടു 18ന്റെ സ്ക്വയർ മൈനസ് 12ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 ഇൻടു v. 18ന്റെ സ്ക്വയർ എത്രയാ? 324 അല്ലെ. അപ്പൊ ഹാഫ് ഇൻടു g. ജിന്റെ വാല്യൂ 10 ആയിട്ട് അസ്യൂം ചെയ്ത് ജിന്റെ വാല്യൂ 10 തന്നിട്ടുണ്ടോ? ജിന്റെ വാല്യൂ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഇൻടു 10 എന്ന് പറയുമ്പോൾ 5 അല്ലേ. അപ്പൊ 5 ഇൻടു 324 മൈനസ് 12ന്റെ സ്ക്വയർ 144. അപ്പൊ 144 ഇസ് ഈക്വൽ ടു 12 ഇൻടു v അല്ലെ. 324 144 പോയി വെച്ചോ എത്രയാ? 24 പോകുമ്പോ 300 അല്ലെ. 24 പോകുമ്പോ 300 പിന്നെ
124 പോകുമ്പോ 200 അല്ലെ, പിന്നെ ഒരു 20 കൂടി പോകണം, അപ്പൊ 280 അല്ലെ, അപ്പൊ 280. സോ 5 into 280 is equal to 12 into v. ശരിയല്ലേ? 324 minus 144 0 2 182. ഓക്കെ അല്ല 180 അല്ലെ, 181 അല്ലെ, 150 ആണ്. ശരിയാ 150 ആണ് അല്ലെ. 324 124 പോയാൽ 200, പിന്നെ ഒരു 20 കൂടി പോകുമ്പോ 150. ഓക്കെ 180 ആണ്, സോറി. സോ 180. അപ്പൊ v എത്ര കിട്ടും? v is equal to 5 into 180 divided by 12. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 12. ദാറ്റ് ഈസ് ഇത് 6 കൊണ്ട് പോകുമ്പോ 30, ഇത് 6 കൊണ്ട് പോകുമ്പോ 4, സോറി 6 കൊണ്ട് പോകുമ്പോ 2 അല്ലെ. ഇനി 30 2 കൂടി ആകുമ്പോ 15 അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് v is equal to 5 into 15 അല്ലെ. എത്ര കിട്ടുന്നത്? 5 into 15 എന്ന് പറയുമ്പോ 75 അല്ലെ. അപ്പൊ 75 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റി എത്ര കിട്ടി? 75 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് ബോളിനെ 75 മീറ്റർ പെർ സെക്കൻഡ് നേരെ താഴെ കയറിയുമ്പോൾ ആദ്യത്തെ ബോൾ എത്തിയ അതേ പോയിന്റ് തന്നെ മീറ്റ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ 6 seconds. ഓക്കെ, സോ ഓപ്ഷൻ എ is the answer, 75 meter per second. Okay. Okay, so next question. NEET 2009 question. Okay. A particle starts its motion under rest under the action of constant force if the distance covered in first 10 seconds is s1 and the distance covered in the next 20 seconds is, first 20 seconds is s2, then s1 s2 റേഷ്യോ ആണ് അല്ലെ. എന്തോ തന്നേക്കുന്ന ഒരു ബോഡി നേരെ താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യാണ് അല്ലെ. കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ മോഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിന്റെ മോഷൻ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിന്റെ ഫോഴ്സ്. സോ പാർട്ടിക്കല് ഒരു റെസ്റ്റ് ചെയ്ത് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് 10 seconds s1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഫസ്റ്റ് 20 seconds s2, then s1 s2 ന്റെ വാല്യൂ നമുക്ക് വേണ്ടത്. അപ്പൊ s is equal to ഇക്വേഷൻ എന്താ? s is equal to ut plus half at square അല്ലേ. അതിൽ s1 ന്റെ വാല്യൂ എത്രയായിരിക്കും? u ന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 plus 1/2 into g എന്നാണ് എടുക്കാം. കോൺസ്റ്റന്റ് ഫോഴ്സ് പറയുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുത്താൽ മതി, ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ആക്സിലറേഷൻ കൊണ്ട് ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ t സ്ക്വയർ s1 എത്രയാ? ടൈം t കൂടെ 10 seconds അല്ലേ, അപ്പൊ 10 ന്റെ സ്ക്വയർ എന്ന് വരും. s1 is equal to 100 g divided by 2 കിട്ടും അല്ലെ. ഇനി s2 എത്രയാ? s2 is equal to സെയിം തന്നെ ut plus half at square, u ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ half into g into t ന്റെ വാല്യൂ, s2 ആവുമ്പോ t ന്റെ വാല്യൂ 20 seconds അല്ലേ, അപ്പൊ 20 ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 400 g by 2 കിട്ടും. അപ്പൊ s2 is equal to എത്ര കിട്ടി? s2 is equal to 400 g by 2. ഓക്കെ, s1 is equal to 100 g by 2, s2 is equal to 400 g by 2. അപ്പൊ s2 s1 ന്റെ 4 ഇരട്ടി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് s2 is equal to 4 times than that of s1. Okay, so option B is the answer. s2 is equal to 4 into s1. Okay. The next question. A particle moves in a straight line with a constant acceleration if it changes its velocity from 10 meter per second to 20 meter per second while passing through a distance of 135 meter in t seconds, then the value of t is. Okay, എന്തോ പറയുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second ചെയ്ത് ഫൈനൽ വെലോസിറ്റി 20 meter per secondലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽ തന്നിട്ടുണ്ട് 135 meter. അപ്പൊ ടൈം ആവേണ്ടേ അല്ലെ. അപ്പൊ ഇതിന് എങ്ങനെ ചെയ്യും? ഒന്ന് ഇതിന്റെ ബേസ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ബേസ് മെത്തേഡ് എന്തുവാ? ഒന്ന് v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട്, അല്ലെ v square is equal to u square, v square is equal to u square plus 2as ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആദ്യം നമ്മൾ a കണ്ടുപിടിക്കുക. കാരണം v നമുക്കറിയാം, u നമുക്കറിയാം, s നമുക്കറിയാലോ. അപ്പൊ ആദ്യമേ a കണ്ടുപിടിക്കാം ഈ ഇക്വേഷനിൽ നിന്ന്. എന്നിട്ട് ആ a ന്റെ വാല്യൂ അടുത്ത ഇക്വേഷൻ v is equal to u plus at എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് v അറിയാം, u അറിയാം, നമുക്ക് t അല്ലേ നമുക്ക് വേണ്ടേ. അപ്പൊ a ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന്
എന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ എന്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. സോ ദാറ്റ് ഇസ് ദ ബേസിക് മെത്തേഡ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എന്താന്ന് നോക്കിയാൽ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. ഷോർട്ട് കട്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് S is equal to u plus v by 2 into t. ഓക്കെ, ഇതൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഇല്ലാതെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആക്സലറേഷൻ തന്നിട്ടില്ല, അപ്പൊ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാതെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ടൈമിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഷോർട്ട് കട്ട് വെച്ച് ചെയ്താൽ മതി. S is equal to u plus v by 2 into t. That is distance traveled is equal to average velocity into t. മൊത്തം വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുക, അതിന്റെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് എത്രയാ? 135 അല്ലേ? അപ്പൊ 135 is equal to ഇനീഷ്യൽ സ്പീഡ് എത്രയാ? 10 അല്ലേ? അപ്പൊ 10 പ്ലസ് ഫൈനൽ വെലോസിറ്റി 20. അപ്പൊ 20 by 2 into ടൈം അല്ലേ നമുക്ക് വേണ്ടേ? എത്ര കിട്ടും? That is 135 is equal to 10 plus 20. 10 plus 20 30. 30 by 2 15. So 15 into t is it. But t is equal to 135 divided by 15. അല്ലേ? That is equal to ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടുന്നത്? 150 10 തവണ. അപ്പൊ 135 9 ടൈംസ് അല്ലേ? അപ്പൊ 9 സെക്കൻഡ്സ്. 9 സെക്കൻഡ്സ്. അപ്പൊ t is equal to 9 സെക്കൻഡ്. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ശരിക്കും അതിന്റെ ബേസ് മെത്തേഡ് എങ്ങനെയാണ്? ബേസ് മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യമേ നമ്മൾ v സ്ക്വയർ u സ്ക്വയർ പ്ലസ് 2as ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് ആക്സലറേഷന്റെ വാല്യൂ വേണം സെക്കൻഡ് ഇക്വേഷനിൽ ഷിഫ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതായത് v is u plus at. ഓക്കെ, സോ ഓപ്ഷൻ കിട്ടും. ഓപ്ഷൻ 9 സെക്കൻഡ്സ് കിട്ടും. ഓപ്ഷൻ ബി is the answer. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEET 2008 സെയിം ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The distance traveled by the particle starting from rest and moving with an acceleration of 4/3 meter per second square in the third second is. Okay, distance traveled in third second ആണ് നമുക്ക് വേണ്ടത്. ആക്സലറേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ എന്തുവാ? തേർഡ് സെക്കൻഡിലെ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്തുവാ? S is equal to Sn is equal to u plus a by 2 into 2n minus 1 അല്ലെ? തേർഡ് സെക്കൻഡിലെ ഇക്വേഷന്റെ തേർഡ് സെക്കൻഡിലെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. Sn is equal to u plus a by 2 into 2n minus 1. എന്നിന്റെ വേറെ 3 പുട്ട് ചെയ്താൽ പോരെ? അപ്പൊ s തേർഡ് സെക്കൻഡ് is equal to u ന്റെ വേറെ 0 ആണ്, റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 പ്ലസ് a ന്റെ വാല്യൂ ആക്സലറേഷൻ എത്രയാ? 4/3 അല്ലെ? അപ്പൊ 4/3 that is 4/3 by 2 into 2 into എന്റെ വാല്യൂ 3 അല്ലേ? അപ്പൊ 3 minus 1 അല്ലെ? സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഇത് 4/6 ആവത്തില്ലേ? 3 താഴോട്ട് വരുമ്പോ 4/6. 4/6 into 2 into 3 6. 6 minus 1 5. അപ്പൊ 5 കിട്ടും അല്ലെ? ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഉം 3 ഉം ദാറ്റ് ഈസ് s of third second is equal to 10/3 കിട്ടും അല്ലെ? 10/3. സോ ഓപ്ഷൻ ഇതാ 10/3 അത്രയും മീറ്റർ. സോ ഓപ്ഷൻ എ is the answer. That is 10/3 meter. Okay, simple question ആയിരുന്നു. ജസ്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 ക്വസ്റ്റ്യൻ ആണ്. പ്രീതി reached the metro station and found that the escalator was not working. She walked up the stationary escalator in time t1. On other hand, or on other days, if she remains stationary on the moving escalator, then the escalator takes her with time t2. Then the time taken when he walk up on the moving escalator will be. Okay, 2017 ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ക്വസ്റ്റ്യൻ ആക്ച്വലി 3 കേസസ് ആ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ പ്രീതി എന്ന് പറയുന്ന ഒരാള് എസ്കലേറ്റർ എന്ന് അറിയാലോ. എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ മൂവിംഗ് സ്റ്റേഴ്സ് അല്ലെ? നമ്മൾ മോളിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്ന മൂവിംഗ് സ്റ്റേഴ്സ് ആണ് അല്ലെ? അപ്പൊ ആദ്യമേ പ്രീതി എന്ന് പറയുന്ന ഒരാള് എസ്കലേറ്റർ ഫസ്റ്റ് ഡേയില് എസ്കലേറ്റർ വാസ് നോട്ട് വർക്കിംഗ്. അപ്പൊ എസ്കലേറ്ററിന്റെ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പൊ ആദ്യത്തെ ഡേ ഫസ്റ്റ് ഡേയിലെ എസ്കലേറ്റർ വെലോസിറ്റി 0 ആൻഡ് പ്രീതി ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി. പ്രീതിന്റെ വെലോസിറ്റി VP ആന്നിരിക്കട്ടെ. അപ്പൊ പ്രീതി ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി VP അങ്ങോട്ടേക്ക് ഫ്രം പോയിന്റ് A ടു പോയിന്റ് B അല്ലെ? അപ്പോ
പ്രീതി എ എന്ന് പറയുന്ന പോയിന്റിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ വേണ്ടി വേണ്ട എടുത്ത ടൈം T1 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് T1. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയാൽ ഈ മൊത്തം ഡിസ്റ്റൻസ് പ്രീതി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തല്ലോ, ശരിയല്ലേ? എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്? വെലോസിറ്റി ഓഫ് പ്രീതി ദാറ്റ് ഇസ് VP. എസ്കലേറ്ററിന്റെ വെലോസിറ്റി VE ആണ്. അപ്പൊ നമുക്ക് ടൈം ഓഫ് അറൈവൽ T1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് D ഡിവൈഡഡ് ബൈ വെലോസിറ്റി VP എന്ന് വരും. അപ്പൊ ഫസ്റ്റ് കേസിൽ നിന്ന് ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്തുവാ? അടുത്ത ദിവസം എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് എസ്കലേറ്ററിൽ ചുമ്മാ നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ എസ്കലേറ്റർ മൂവ് ചെയ്തത്. സെക്കൻഡ് കേസിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് ഇപ്പൊ എസ്കലേറ്റർ മൂവ് ചെയ്ത് വിത്ത് വെലോസിറ്റി VE ആൻഡ് പ്രീതി സ്റ്റേഷനറി ഓൺ ദി എസ്കലേറ്റർ. ഇപ്പൊ VP 0 ആണ് അല്ലെ. പ്രീതി എസ്കലേറ്ററിന്റെ പുറത്തേക്ക് ചുമ്മാ നിൽക്കുന്നു ആൻഡ് എസ്കലേറ്റർ ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി VE ഫ്രം A to B അല്ലെ. അപ്പോൾ ടൈമർ അവർ T2 തന്നിട്ടുണ്ട്. അപ്പൊ T2യുടെ വാല്യൂ എത്രയായിരിക്കും? T2 is equal to ഡിസ്റ്റൻസ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. AB യുടെ ഡിസ്റ്റൻസ് അപ്പോഴും സെയിം തന്നെയല്ലേ, അത് D തന്നെ ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് T2 എന്തായിരിക്കും? ടൈം ഓഫ് അറൈവൽ T2 is equal to ഡിസ്റ്റൻസ് D ഡിവൈഡ് ബൈ VE ആയിരിക്കുമല്ലോ, ശരിയല്ലേ? നമുക്ക് എന്താ വേണ്ടേ? തേർഡ് കേസ് ദാറ്റ് ഈസ് ഇഫ് എസ്കലേറ്റർ ആൻഡ് പ്രീതി ബോത്ത് ആർ മൂവിംഗ്. ദാറ്റ് ഈസ് എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട്, ആ എസ്കലേറ്ററിന്റെ പുറത്തൂടെ പ്രീതി VP സ്പീഡിൽ മൂവ് ചെയ്ത എത്തുന്ന ടൈം T2 അല്ലെ ടൈം ഓഫ് അറൈവൽ T എന്തായിരിക്കും? ഓക്കെ, തേർഡ് കേസസ് ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് വേണ്ട ടൈം ഇന്റർവൽ വെൻ ബോത്ത് എസ്കലേറ്റർ ഈസ് മൂവിംഗ് ആസ് വെൽ ആസ് പ്രീതി ഈസ് മൂവിംഗ്. ഇങ്ങനെ പറയുന്നത് കത്തിയല്ലോ. അപ്പൊ പ്രീതി ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി VP അലോങ് ദ എസ്കലേറ്റർ വിത്ത് വെലോസിറ്റി VE. അപ്പൊ അതിന്റെ ടൈം ഓഫ് അറൈവൽ ക്യാപിറ്റൽ T ആണെങ്കിൽ ഈ ക്യാപിറ്റൽ T ആണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, 2017 ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ആദ്യമേ പ്രീതി മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, എസ്കലേറ്ററിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഉള്ള ടൈം, അപ്പൊ ടൈം ഓഫ് അറൈവൽ എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് എടുത്ത ടൈം T1 is equal to ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് പ്രീതി എന്ന് കിട്ടി. സെക്കൻഡ് കേസിൽ പ്രീതി വെറുതെ നിൽക്കുന്നു, എസ്കലേറ്റർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ടൈം ഓഫ് അറൈവൽ അതായത് ടൈം ഫ്രം ടു റീച്ച് B T2 is equal to ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എസ്കലേറ്റർ വെലോസിറ്റി. ഇപ്പൊ രണ്ടും കൂടി മൂവ് ചെയ്യാണ്. എസ്കലേറ്റർ മൂവ് ചെയ്യുന്നു, അതിന് പുറത്തൂടെ ഒരു പ്രീതിയും കൂടി നടന്നു പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ടൈം T is equal എന്തായിരിക്കും? T is equal to ടൈം ഓഫ് അറൈവൽ A തൊട്ട് B വരെ എത്താൻ വേണ്ടിയുള്ള ടൈം ഓഫ് അറൈവൽ മൊത്തം ഡിസ്റ്റൻസ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ, ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ, ഡിസ്റ്റൻസ് മാറിയിട്ടില്ല. എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് D ഡിവൈഡ് ബൈ ഇവിടെ വെലോസിറ്റി, ഇവിടെ ടോട്ടൽ വെലോസിറ്റി എത്ര ആയിരിക്കും നോക്കി. ഇപ്പൊ രണ്ട് പേര് കൂടി മൂവ് ചെയ്ത്, രണ്ട് ആൾക്കാർ കൂടി മൂവ് ചെയ്യാണ്. എസ്കലേറ്ററും പ്രീതി രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ടോട്ടൽ വെലോസിറ്റി അല്ല റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി VP പ്ലസ് VE ആയിരിക്കും. ആക്ച്വലി ടോട്ടൽ വെലോസിറ്റി അല്ല, റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ വീഡിയോ നമ്മൾ നേരത്തെ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിന്റെ ടോപ്പിക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇവിടെ രണ്ട് ആൾക്കാർ കൂടി മൂവ് ചെയ്യുന്നുണ്ട്, എസ്കലേറ്ററും പ്രീതി രണ്ടും കൂടി മൂവ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി VP പ്ലസ് VE ആണ് അല്ലെ. ടോട്ടൽ വെലോസിറ്റി പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ D അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. മൂന്ന് കേസിലും D സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് D യുടെ വാല്യൂ എന്ത് കിട്ടും? D is equal to T1 into VP എന്ന് കിട്ടുമല്ലോ അല്ലെ. അതേപോലെ ഈ കേസിൽ നമുക്ക് D യുടെ വാല്യൂ എന്ത് കിട്ടും? D is equal to അല്ലെ പോട്ടെ, D യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, പകരം VP യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത VP യുടെ വാല്യൂ എന്ത് കിട്ടും? ഇതിൽ VP is equal to D divided by T1 എന്ന് കിട്ടുമല്ലോ, ശരിയല്ലേ? VP is equal to D divided by T1. അതേപോലെ ഇവിടുത്തെ V ന്റെ വാല്യൂ എന്ത് കിട്ടും? V is equal to D divided by T2 എന്ന് കിട്ടും, ശരിയല്ലേ? ആ വാല്യൂസ്, ഈ രണ്ട് വാല്യൂസ് ഒന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഇസ് T is equal to D divided by VP ക്ക് പകരം എന്ത് എഴുതാം? ദാറ്റ് ഇസ് D divided by T1 പ്ലസ് V ക്ക് പകരം D divided by T2. അപ്പൊ D divided by T2 അല്ലെ. D നമുക്ക് കോമൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും? T is equal to 1 divided by 1 by T1 plus 1 by T2. സോൾവ് ചെയ്ത് വരുമ്പോ എന്താ കിട്ടുന്നത്? ദാറ്റ് ഇസ് ഇവിടെ LCM എടുക്കുമ്പോൾ T1 T2 that is 1 divided by T1 plus T2 divided by T1 T2 that is equal to T1 T2 divided by T1 plus T2. ഇതിന്റെ അപ്പത്തെ ടൈം ഓഫ് ഇന്റർവൽ ക്യാപിറ്റൽ T എത്ര ആയിട്ട്? ക്യാപിറ്റൽ T is equal to ടൈം ഓഫ് അറൈവൽ ക്യാപിറ്റൽ T is equal to T1 T2 divided by T1 plus T2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയത്, 2017 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഏതാ വരുന്നത്? Option B is the answer, T1 T2 divided by T1 plus T2. Okay. Okay, so last question. A bus is moving with a speed of 10 meter per second on a straight road.
a scooterist wishes to overtake the bus in 100 seconds. Okay. If the bus is at a distance of 1 kilometer from the scooterist, then with what speed should be the scooterist chase the bus? Okay. So question എന്താ പറയുന്നത്? ഒരു ബസ്സിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ? ഒരു ബസ്സിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ? ആ ബസ്സിന്റെ ബാക്കിലായിട്ട് ഒരു 1 കിലോമീറ്റർ ബാക്കിൽ ഒരു സ്കൂട്ടർ ഉണ്ട് അല്ലെ? ആ സ്കൂട്ടർ ബസ്സിനെ ചേസ് ചെയ്യുന്ന ടൈം 100 സെക്കൻഡ് ആണെങ്കിൽ സ്കൂട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? ഓക്കെ, ഓവർടേക്ക് ചെയ്യുന്ന സ്പീഡ് അല്ലെ? ദാറ്റ് ഈസ് ഒരു ബസ്സിന്റെ സ്പീഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായാലും ബസ്സിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് 1 കിലോമീറ്റർ അകലെ ഒരു സ്കൂട്ടർ ഉണ്ട്. ആൻഡ് സ്കൂട്ടർ ഇസ് ട്രൈ ടു ഓവർടേക്ക് ദ ബസ്. ആ സ്കൂട്ടർ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ടൈം 100 സെക്കൻഡ് ആണെങ്കിൽ ആ സ്കൂട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം. റിലേറ്റീവ് വെലോസിറ്റി വെച്ച് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതല്ലാതെ മെത്തേഡ്സും ഉണ്ട്. പക്ഷെ ഏറ്റവും ഷോർട്ടസ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി വെച്ച് എങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ആദ്യം ഒന്ന് ബസ് അല്ലെ? ഒരു ബസ്സിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു ബസ്സാന്നിരിക്കട്ടെ. ഓക്കെ, ബസ്സാണ്. ഓക്കെ, സോ ബസ്സിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ഒരു സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടർ ഇതൊക്കെയാണ് ഒരു സ്കൂട്ടർ അല്ലെ? സ്കൂട്ടർ ആയിട്ടൊക്കെ അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഈ സ്കൂട്ടർ അങ്ങനെയൊക്കെ ഉണ്ട്. സോ ആ സ്കൂട്ടറിന്റെ സ്പീഡ് BS ആണെന്നിരിക്കട്ടെ. ഈ സ്കൂട്ടറും ബസ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 1 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂട്ടർ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ടൈം T is equal to 100 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഈ സ്കൂട്ടറിന്റെ സ്പീഡ് ആവേണ്ട അല്ലെ? 100 സെക്കൻഡ് കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സ്കൂട്ടറിന്റെ വേണ്ട സ്പീഡ് BS ആവേണ്ട. അപ്പൊ ഇതിനെ കുറെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി ആണ്. റിലേറ്റീവ് വെലോസിറ്റി സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കിയേ. റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് അത് കണ്ടുപിടിച്ചാൽ പോലെ. കാരണം സ്കൂട്ടർ അല്ല ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ബസ്സിന്റെ റെഫറൻസിൽ സ്കൂട്ടറിന്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, സോ എന്ത് കിട്ടും? ദാറ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് സ്കൂട്ടർ മൈനസ് വെലോസിറ്റി ഓഫ് ബസ് എഴുതാലോ. ഓക്കെ, ഈ ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി വേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് എടുത്ത് നോക്കിയാൽ മതി. റിലേറ്റീവ് വെലോസിറ്റി ടോപ്പിക് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഇതേപോലത്തെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ റിലേറ്റീവ് വെലോസിറ്റി ആക്ച്വലി ഇതേപോലത്തെ കേസ് 2 ബോഡീസ് കൂടി മൂവ് ചെയ്യുന്ന കേസസിലൊക്കെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് പറയുമ്പോൾ 1 കിലോമീറ്റർ ആണ്. ടൈം എത്രയാ? 100 കിലോമീറ്റർ അല്ലെ? സോറി 100 സെക്കൻഡ്. അപ്പൊ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് എഴുതാലോ. ശരിയല്ലേ? സാധാരണ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ആണ്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ വെലോസിറ്റിയുടെ വാല്യൂ ആണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. പക്ഷെ ഇവിടെ ഒരു ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. അല്ല, 2 ബോഡീസ് കൂടി മൂവ് ചെയ്യാം അല്ലെ? ഇവിടെ സ്കൂട്ടറും ബസ് 2 കൂടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. വെലോസിറ്റി ഓഫ് സ്കൂട്ടർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എഴുതാൻ പറ്റത്തില്ല. കാരണം 2 ബോഡീസ് കൂടി മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 1 കിലോമീറ്റർ. അപ്പൊ നമ്മള് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ എടുക്കുന്നതിന് പകരം വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് എഴുതുന്നത്. പറഞ്ഞ മനസ്സിലായാലോ? സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് റിലേറ്റീവ് വെലോസിറ്റി. അതാ പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി വീഡിയോ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. എല്ലാ ഡൗട്ടും മാറി കിട്ടും. ഓക്കെ, നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സാധാ ഒരു ബോഡിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് V is equal to distance divided by time. 2 ബോഡീസ് കൂടി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി എഴുതാൻ പറ്റില്ല. റിലേറ്റീവ് വെലോസിറ്റി എഴുതുന്നത്. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാലോ. അപ്പൊ ഇത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കിട്ടില്ലേ? റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് എത്രയാ? 1 കിലോമീറ്റർ അല്ലേ? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം സ്കൂട്ടർ? 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ്ടേ? 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ? 1000 മീറ്റർ അല്ലെ? അപ്പൊ 1000 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 100 സെക്കൻഡ് അല്ലേ? 100 സെക്കൻഡ്. അപ്പൊ ഇതിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഇസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അല്ലെ? അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ കണ്ടുപിടിക്കാമല്ലോ. ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കിട്ടി. റിലേറ്റീവ് വെലോസിറ്റി എത്രയാ? ദാറ്റ് ഇസ് 10 മീറ്റർ കിട്ടിയല്ലോ. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വേണ്ട മൈനസ് വെലോസിറ്റി ഓഫ് ബസ് എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ?
അപ്പൊ നമുക്ക് ഇതിന് വി എസ് എന്ത് കിട്ടും? വി എസ് ഇസ് ഈക്വൽ ടു ഈ 10 കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോ 10 പ്ലസ് 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ ഈ സ്കൂട്ടർ 1 കിലോമീറ്റർ ഫ്രണ്ട് ഇരിക്കുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം, 100 സെക്കൻഡിൽ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കണം? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇതല്ലാതെ വേറെ മെത്തേഡ്സും ഉണ്ട്, പക്ഷെ അതൊക്കെ കോംപ്ലക്സ് ആണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ് റിലേറ്റീവ് വെലോസിറ്റിന്റെ മെത്തേഡ്. ഓക്കെ, രണ്ട് ബോഡീസ് കൂടി മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെലോസിറ്റിനെ കുറിച്ച് ഡിസ്റ്റൻസ് ബൈ ടൈം എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് വരും. അവസാനം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സ്കൂട്ടറിന്റെ വെലോസിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ചേട്ടാ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ആൻഡ് ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നീറ്റിനും ജയിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ യു കൻ ഓൾസോ ഷെയർ ദ വീഡിയോ വിത്ത് ദം. സോ ബാക്കി നിങ്ങൾക്ക് ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ ഇൻ ദ കമന്റ്സ്. ടിൽ ദെൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു, ബൈ.